السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ലഭിക്കുന്ന ആയുസ് എത്രയാണെങ്കിലും ആ ആയുസ്സിനെ നന്മയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും നല്ല മനുഷ്യന്മാർ ആരാണ് എന്നതിന് നിബിധകൾ നൽകുന്ന ഒരു വിശദീകരണം കാണാം. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നാണ്. ആയുസ് നീളുകയും അമൽ നന്നാവുകയും ചെയ്തവനാണ് നല്ലവർ എന്നാണ്. അമൽ നന്നാവാതെ കുറെ ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല. അമല് നല്ലതാണെങ്കിൽ ആയുസ് അല്പം കുറഞ്ഞാലും അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ആയുസ്സിന് ബറക്കത്താണ് ഏറ്റവും പ്രധാനം. കുറെ കാലം ജീവിച്ച് നരകത്ത് പോവുകയാണെങ്കിൽ ആ ദീർഘമായ ആയുസ് കൊണ്ട് അവന് നഷ്ടമല്ലാതെ ലാഭമേതുമില്ല. ചുരുങ്ങിയ കാലം ജീവിച്ച് ഒരുപാട് നന്മകൾ ചെയ്ത് മരിച്ചു പോകാൻ കഴിഞ്ഞാൽ അത് പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യമാണ്. ലോകത്ത് ജീവിച്ചു പോയ പല അഹ്ലുസുന്നയുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒന്നും വലിയ ദീർഘമായ വർഷങ്ങൾ ജീവിച്ചവരല്ല. ഇമാം ബുഖാരി 62-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. അദ്ദേഹം ചെയ്ത ഹദീസ് രംഗത്തെ സേവനങ്ങൾ ഇന്നും മുസ്ലിം ഉമ്മത്ത് ഇമാം ബുഖാരിയെ ആശ്രയിക്കാത്ത, അദ്ദേഹത്തിന്റെ കിതാബുകൾ അവലംബിക്കാത്ത ദിവസങ്ങളില്ല, സമയങ്ങളില്ല, മണിക്കൂറുകളില്ല. എല്ലാ ഖുതുബയിലും എല്ലാ ക്ലാസുകളിലും എല്ലാ പൊതു സംസാരങ്ങളിലുമൊക്കെ എല്ലാ രചനകളിലുമെല്ലാം ഇമാം ബുഖാരിയുടെ സേവനത്തിന്റെ സ്വാധീനങ്ങൾ തീർച്ചയായും ഉണ്ട്. റബ്ബ് സ്വീകരിച്ചാൽ അത് വലിയ നിഅമത്താണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് 54-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഇമാം നവവി 45-ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. ഹാഫിദ് ഹക്കമി 37-ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. ഇമാം അബ്ദുസ്സലാം അൽ ബർജസ് 38-ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. പക്ഷെ അവരൊക്കെ കുറഞ്ഞ കാലം കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചു പോയി. അപ്പൊ സ്വീകരിക്കുമ്പോൾ ഇല്ല, നമുക്കറിയില്ല, അത് റബ്ബിന്റെ തീരുമാനമാണ്. എന്നാൽ ദീർഘമായി ജീവിച്ചവരുണ്ട്. ഇമാം തുബരി 90 വയസ്സായി ജീവിച്ച ആളാണ്. അബ്ദുറഹ്മാൻ നാസുർ സഅദി 79 വയസ്സായി ജീവിച്ച ആളാണ്. അങ്ങനെ ദീർഘായുസ് കിട്ടിയ പണ്ഡിതന്മാരും ലോകത്തുണ്ട്. കുറെ കാലം ജീവിക്കുക എന്നതല്ല, ജീവിച്ച ആയുസ്സിനെ മുതലാക്കുക എന്നതാണ് നമുക്കുണ്ടാവേണ്ടുന്ന നിയ്യത്ത്. അല്ലാതെ 90 വയസ്സായി ജീവിച്ചു നരകത്ത് പോവുകയാണെങ്കിൽ കാര്യം തരും. ആയുസ് എത്രയാണെങ്കിലും ആ ഉള്ളത് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പര്യാപ്തമാകണം. ഏറ്റവും ശരിയായ ഈമാൻ ആ ആയുസ്സിനിടയിൽ പഠിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റണം. അമലുകൾ കഴിവിനെ പരമാവധി പ്രാവർത്തികമാക്കാൻ സാധിക്കണം.
തഖ്വയും ഈമാനും ഉണ്ടാകണം. പടച്ച റബ്ബിന്റെ വജഹ് മാത്രം കാക്ഷിച്ചുകൊണ്ട് പരലോകം ആഗ്രഹിച്ച് സ്വർഗം ആഗ്രഹിച്ച് പണിയെടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം നമുക്കൊക്കെയാണ് സംഭവിക്കുക. ഫിത്നയും ഫസാദും ഒന്നാകെ കുടികുത്തി വാഴുന്ന കാലഘട്ടങ്ങൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈമാൻ തെറ്റാൻ സാധ്യത എപ്പോഴും കൂടുതലാണ്. ഒരു മറുവശവുമുണ്ട്, കുറഞ്ഞ അമൽ കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ പറ്റിയ കാലഘട്ടവുമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. 10% ചെയ്താൽ തന്നെ രക്ഷപ്പെടുന്ന കാലം വരുമെന്ന് സ്വഹാബിമാർ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലം വരാനുണ്ട് ഉമ്മത്തിൽ, അന്ന് പഠിപ്പിക്കപ്പെട്ടതിനെ 10% പ്രാവർത്തികമാക്കിയാൽ തന്നെ അവർ രക്ഷപ്പെടും. അഥവാ പഠിപ്പിക്കപ്പെട്ട നബിതങ്ങൾ പഠിപ്പിച്ചതിന്റെ 10% പോലും അമൽ ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടമുണ്ടാകും എന്നാണല്ലോ ഇത് മനസ്സിലാവുന്നത്. അവിടെയാണ് നമ്മളുള്ളത്. നബിതങ്ങളുടെ വരവ് അവസാന കാലത്താണ്, അവസാന പ്രവാചകരാണ്. നബിതങ്ങൾ പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅതു കഹാതൈനി ഇൻ കാദത് ലതസ്ബിഖുനി. നബിയുടെ ചൂണ്ടുവിരലും തള്ളവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരിലിങ്ങനെ പിടിച്ചിട്ട് ബുഇസ്തു അന വസ്സാഅതു കഹാതൈനി, ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടത്. ഇൻ കാദത് ലതസ്ബിഖുനി, അത് എന്നെ മുൻകടക്കുമാറായി അത്രയേറെ ഞാനും ഖിയാമത്തും ഒപ്പത്തിനൊപ്പമാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ രണ്ട് ഷറഹാണ് നൽകപ്പെട്ടത്. ഒന്ന്, ഈ രണ്ട് വിരകൾക്കിടയിൽ പിന്നെ വേറെ വിരലില്ല, ഒരു ഗ്യാപ്പില്ല, രണ്ടും ഒന്നിച്ചാണ്. അല്ലെങ്കിൽ ഈ രണ്ട് വിരലും നമ്മളുടെ ഏറ്റ വ്യത്യാസം, ഈ വ്യത്യാസമേ നബിയുടെയും ഖിയാമത്തിന്റെയും ഇടക്ക് ഉള്ളൂ എന്നർത്ഥം. നബി ഞങ്ങൾ ദുനിയാവിനെ മൊത്തം ആയുസ് ഓമിച്ചുകൊണ്ട് പറഞ്ഞത് സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് ദുനിയാവ് എന്ന് കണക്കാക്കിയാൽ ഞാൻ വന്നത് അസറിന്റെ സമയത്താണ്. ആദം നബി ഇസ്ലാം വന്നത് സുബഹിന്റെ നേരത്താണെങ്കിൽ മുഹമ്മദ് നബി വന്നത് അസറിന്റെ സമയത്താണ്. ആ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് ഇനി അതിൽ ബാക്കിയുള്ളത്. അത് 1400 കൊല്ലം പിന്നിട്ടു നബി ഞങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് മഗ്രിബിന്റെ തൊട്ട് മുമ്പിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. 1500 കൊല്ലം ഖബർ കിടക്കുള്ളൂ എന്നുള്ളത് ശരിയല്ല, അങ്ങനൊന്നും അത് സ്വഹീഹ് വന്നിട്ടില്ല. ദുർബലമായ ചില റിപ്പോർട്ട് ഉണ്ടെന്ന് മാത്രം. എന്താണെങ്കിലും അവസാനത്താണ്, ഖിയാമത്തിന്റെ തൊട്ട് അടുത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ ലക്ഷണങ്ങളും വന്നു തുടങ്ങി. നബിയുടെ വരവ് തന്നെ ഖിയാമത്തിന്റെ ലക്ഷണമാണ്. നബി ഖിയാമത്തിന് മുന്നോടിയായി 6 കാലം എണ്ണിക്കൊള്ളുക. അത് ഒന്ന് പറഞ്ഞത് എന്റെ ആഗമനം, നബി വന്നു എന്നുള്ളത് ഖിയാമത്തിന് അടയാളമാണ്. നബിയുടെ വഫാത്ത് ഖിയാമത്തിന് അടയാളമാണ്. എന്ന് ഖുർആൻ പറഞ്ഞു, ഖിയാമത്തിന് അടയാളങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ നബി വന്നു എന്നുള്ളത് ഖിയാമത്തിന് ഒരു അടയാളമാണ്. ഇനി നബി വരാനില്ല, അവസാനത്തെ നബിയാണ്, അവസാനത്തെ ഉമ്മത്താണ്, ശേഷം ഒരു ഉമ്മത്ത് വരാനില്ല. നബി ഞങ്ങൾ പറഞ്ഞു, ഒരു വീടുണ്ടാക്കിയവരെ പോലെയാണ്. ഒരു വീടുണ്ടാക്കി എല്ലാ പണിയും പൂർത്തിയാക്കി ഒരു കല്ല് വെക്കാനുള്ള സ്ഥലം മാത്രം അവിടെ ഗ്യാപ്പിട്ട് വെച്ചു. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു, ഒരു കല്ല് മാത്രം വെച്ചിട്ടില്ല. എല്ലാവരും വന്ന് സൗന്ദര്യം നോക്കും, എല്ലാവരും കാണുമ്പോൾ പറയും, ഈ കല്ലും കൂടി ഉണ്ടെങ്കിൽ ഇത് പൂർത്തിയാകുമായിട്ട് പറയും. ഞാനാണ് ആ കല്ല് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. അതോടെ അത് പൂർത്തിയാക്കും, ഇനി ഒന്നും ബാക്കിയില്ല. അപ്പൊ നമ്മൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടത് ഖിയാമത്തിന് തൊട്ട് മുമ്പത്തെ നൂറ്റാണ്ടുകളിലാണ്. ഫിത്നകൾ വ്യാപകമായി വരുന്ന കാലഘട്ടമാണ്. ദീനുപ്രകാരം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഏറെ പരീക്ഷിക്കപ്പെടുന്ന, രാവിലെ മുഅ്മിനായി വൈകുന്നേരം അവിശ്വാസിയായി മാറുന്ന, വൈകുന്നേരം മുഅ്മിനായിരുന്ന മനുഷ്യൻ നേരം വെളുക്കുമ്പോഴേക്ക് ഇസ്ലാം ഒഴിവാക്കി പോകുന്ന തരത്തിൽ ഫിത്നകൾ വ്യാപകമായി വരുന്ന കാലഘട്ടങ്ങളാണ്. കൂടുതൽ ജാഗ്രത നമ്മൾ പാലിക്കണം. ഈമാൻ നമ്മൾ ശരിക്കും പഠിച്ച് അത് ഉൾക്കൊണ്ടു പോകണം. തഖ്വ പരമാവധി വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നന്മയുടെ ആളുകളെ കൂടെ, നന്മയുടെ കൂട്ടായ്മയിൽ നമ്മൾ ഭാഗവാക്കാവണം. പള്ളികളുമായി ബന്ധപ്പെട്ട്, മദ്രസയുമായി ബന്ധപ്പെട്ട്, കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്നിച്ചു നിൽക്കുക എന്നത് പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് കേട്ടില്ല, ഞാൻ ഒന്നിക്കില്ല, ഞാൻ ഏതില്ല എന്നത് ഒറ്റക്ക് നിന്നാൽ നബി ഞങ്ങൾ പറഞ്ഞു, ആട്ടിൻ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടതിനെയാണ് ചെന്നായ പിടിക്കുക എന്ന പോലെ ഒറ്റപ്പെട്ടവനെ പിശാച് പിടികൂടുന്നതാണ്. ഒരു ആട്ടിൻപറ്റം ഒന്നാകെ പോകുമ്പോൾ ചെന്നായ ആക്രമിക്കൂല. ഒരാട് കുറച്ച് പിന്നിലായി കഴിഞ്ഞാൽ ആ ആടിനെയാണ് ചെന്നായ പിടിക്കുക. ഒറ്റപ്പെട്ടതിനെയാണ് ചെന്നായ പിടികൂടുക എന്ന പോലെ തെറിച്ചു മാറി നിൽക്കുന്നവനെ പിശാച്
പിടികൂടുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഈ കൂട്ടായ്മയിൽ നിൽക്കൽ പ്രധാനമാണ്. ഒരു സംഘടനയെ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അത് വേണമെങ്കിൽ എടുക്കാൻ വേണ്ട. പക്ഷെ ആ ഒരു കൂട്ടായ്മയുടെ കൂടെ നന്മയുടെ ഒരു സംഘം ഉണ്ടാകുമ്പോൾ ആ സംഘത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. നന്മയിൽ ഭാഗവാക്കാവണം. ടീമിന്റെ കൂടെ ഒന്നിച്ച് നിൽക്കണം. അത് നമുക്കൊരു ബലമാണ്. ഉമ്മത്തിന്റെ ഭാഗത്ത് നമുക്കൊരു ബലമാണ്. ഇപ്പൊ റമദാനിൽ നോമ്പ് നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി ചൊവ്വാൽ 6 നോമ്പ് നോക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം വീട്ടിൽ പോലും 11 അന്ന് നോക്കുക, അതിന് പിന്നെ നോക്കാതെ. റമദാനാകുമ്പോൾ നോക്കാതെക്കാനാ ബുദ്ധിമുട്ട്. എല്ലാവർക്കും നോമ്പാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. പള്ളി വന്നാൽ നമ്മൾക്ക് നിസ്കരിക്കും. വീട്ടിൽ കാകുമ്പോൾ എപ്പോഴത്തെ നിസ്കരിച്ചോളുന്നില്ല, അത് മടിയാണ്. ഇവിടുത്തുമ്പോൾ എല്ലാവരും നിസ്കരിക്കുമ്പോൾ എല്ലാവരുടെയും ഈ ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്തിന് ഒരു ആവേശം നൽകും. സംഘമായി നിൽക്കുമ്പോൾ അങ്ങനെ മെച്ചുണ്ട്. ഒന്നിച്ചാണ് പോകുമ്പോൾ ആ ഒപ്പണ് പോയിക്കോളും. അപ്പൊ നമ്മൾ അത്ര ക്ഷീണവും അതിന്റെ പ്രയാസമല്ല. ഒറ്റക്ക് പോകുമ്പോൾ തന്നെ അതുകൊണ്ട് എപ്പോഴും സ്വാദിക്കങ്ങളുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ നിങ്ങളാവണം എന്ന് പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, ജാമ്യ നമ്മുടെ മണ്ഡലത്തിലാണ്. ധാരാളം ദീനി പഠന സംരംഭങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താം. നമുക്ക് പള്ളിയിൽ ഒരുപാട് ക്ലാസ്സുകൾ സ്ഥിരമായി വർഷത്തിൽ നമുക്ക് നടക്കുന്ന അഖീദ ക്ലാസ് ഉണ്ട്, ഫിഖ് ക്ലാസ് ഉണ്ട്, ചരിത്ര ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്. എല്ലാം നടക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ പള്ളി. മദ്രസ ഉണ്ട്. നമ്മളെ കുട്ടികളെ മദ്രസ പോകണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പെടുത്തുക. അതൊന്നും ഉണ്ടായിട്ടും ഉപയോഗപ്പെടുത്താൻ നമ്മളെ വൈക്ക് പോയിട്ടുണ്ടെങ്കിൽ വമ്പൻ നഷ്ടമായിരിക്കും അതുണ്ടാവും. ദർശനത്തിന് പള്ളിയിൽ ഇങ്ങനെ എല്ലാ സൗകര്യവും നമുക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ഉപയോഗപ്പെടുത്തില്ല എന്ന് വന്ന് നാളെ പരലോകത്ത് ഖേദിക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ നമ്മളെ പറ്റി തിരിച്ചറിയുക. എല്ലാ നന്മയിലും ഭാഗവാക്കാവുക. ഖൈറിന്റെ കൂടെ സഞ്ചരിക്കുന്ന, ഖൈറിന്റെ സഹയാത്രികരാകുന്നവരായി നമ്മൾ മാറുക. ചില ആളുകൾ ഖൈറിന്റെ താക്കോലുകളാണ് പറഞ്ഞത്. ജനങ്ങൾ ചില ആളുകളുണ്ട് മഫാത്തിഹുൽ ഖൈർ വ മഗാലിഖുൽ ശർ, ഖൈറിന്റെ മിഫ്താഹുകളാണ് അവർ. ഷർറിന്റെ മിഗ്ലാഖ്, ഷർറിനെ അടച്ചുപൂട്ടുന്നവരാണ് അവർ. എല്ലാ ഖൈറും തുറക്കുന്ന ആളുകൾ. അവരുടെ കയ്യാൽ ഒരുപാട് ഖൈറുണ്ടായി വരും. അവരുടെ കയ്യാൽ ധാരാളം നന്മകൾ ഉണ്ടായി വരും. ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ മുല്ലാലി ഖാദി റഹിമഹുല്ലാഹ് കൊടുക്കുന്ന വിശദീകരണം കാണാം. അവർ എവിടെ വന്നിറങ്ങിയാലും ഒരു ഖൈറുണ്ടാവും. ഒരു ആൾക്കൂട്ടത്തിൽ എത്തിപ്പെട്ടാൽ അവർക്ക് ഖൈറാണ് അവിടെ പറയാനുള്ളത്. അവരുടെ ആൾക്ക് ചോദിക്കാനും ഖൈറായ കാര്യങ്ങളാണ്. ഒരു നാട്ടിൽ ചെന്നിറങ്ങിയാൽ ഒരു ഖൈറോടെ വരച്ചിട്ട് ഒരു പോരുള്ളൂ. അതാണ് മഫാത്തിഹുൽ ഖൈർ. ഖൈറിന്റെ മിഫ്താഹുകൾ ഉണ്ട്. അവർക്ക് തൂബ, മംഗളാശംസകൾ എന്നാണ്. അങ്ങനെയുള്ള മിഫ്താഹുകളായി മാറാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുകയും റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടെ നിലകൊള്ളാൻ നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. എല്ലാ ആഴ്ചയും സൂചിപ്പിക്കുന്ന പോലെ ദീനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട അനിവാര്യമായ കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ചോദിക്കാം. അറിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. അറിയാത്ത കാര്യമാണെങ്കിൽ അത് അറിയില്ല എന്ന് പറയുകയും അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ആലോചിച്ച് പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് പിന്നീട് അത് അറിയിക്കുകയും ചെയ്യാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ചോദ്യത്തിൽ കിടക്കാം. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. മൂന്ന് ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കൽ പുരുഷന്മാർക്ക് 27 പുണ്യമുണ്ട്. അതേ പ്രതിഫലം സ്ത്രീകൾ പോയാൽ കിട്ടുമെന്നാണ്. വീട്ടിൽ നിസ്കരിച്ചാൽ കിട്ടുന്നു അങ്ങനെ പറയാൻ കഴിയില്ല. വീട്ടിൽ നിസ്കരിച്ചാൽ അങ്ങനെ അതേ കൂലി കിട്ടുമെന്ന് പറയാൻ അല്ലാഹു അഅലം. നമുക്ക് തന്നെ പ്രത്യേകിച്ച് അറിയില്ല, അങ്ങനെയൊന്നും ശ്രദ്ധപ്പെട്ടിട്ടില്ല. പള്ളി വന്നാൽ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ കൂലി പെണ്ണുങ്ങൾക്ക് കിട്ടും. പോകൽ പുരുഷന്മാർക്കുള്ള പോലെ ബാധ്യതയില്ലാന്നേ ഉള്ളൂ. പള്ളി പോകൽ പുരുഷന്മാർക്കുള്ളത് പോലത്തെ ബാധ്യത സ്ത്രീകൾക്കില്ല. അല്ല കൽപ്പിച്ചത് പുരുഷന്മാരോടാണ്. സ്ത്രീകൾ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല, ഇളവുണ്ട്. വന്നാൽ എല്ലാ കൂലിയും അവർക്കും കിട്ടും. സ്വഹാബത്തിന്റെ ഭാര്യമാരൊക്കെ പള്ളി വന്നു, ഇവിടെ ഭാര്യമാർ പള്ളിയിൽ വന്നു. അതൊക്കെ കൂലി കിട്ടാതെക്കാൻ വേണ്ടി വന്നതല്ലല്ലോ. ഉമർ ഖത്താബ് ആതിക വിവാഹം അന്വേഷിച്ചപ്പോൾ തന്നെ ആതിക ബീവി 3 നിബന്ധന വെച്ചു. വിവാഹം കഴിക്കുന്നതിനിടയിൽ എനിക്ക് 3 നിബന്ധന ഉണ്ട്. അത് ഒന്ന്, നബിയുടെ പള്ളി വന്ന് നിസ്കരിക്കുന്നത് തടുക്കാൻ പാടില്ല. അത് അംഗീകരിച്ചിട്ടാണ് ഉമർ ഖത്താബ് അവരെ വിവാഹം കഴിക്കുന്നത്.
2 എൻ്റെ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല, 3 എൻ്റെ മുഖത്ത് അടിക്കാനും പാടില്ല. ഈ 3 കണ്ടീഷൻ അംഗീകരിച്ചിട്ടാണ് ഉമർ ഖത്താബ് അവരെ വിവാഹം കഴിച്ചത്. ഇവിടെ ഭാര്യമാർ പ്രത്യേകിച്ച് ഒന്നാകാൻ പള്ളി വന്ന ഇത്തികാഫ് ബുഖാരി മുസ്ലിം അടക്കം ധരിച്ച ഹദീസിലാണ്. അപ്പൊ പോകൽ പുരുഷന്മാർക്കുള്ള പോലെ ബാധയില്ല എന്ന് മാത്രം. വീട്ടിൽ നിന്ന് സ്കെച്ച് അങ്ങനെ അതേ കൂലി കിട്ടുന്നത് അതാവുക എന്റെ ധാരണ വന്നിട്ടില്ല. ഒരു കാര്യം ഖൈറാണ് എന്ന് വന്നാൽ മറ്റേ കാര്യം ഷർറാണെന്ന് വരില്ല. വീടാണ് ഖൈറ് എന്ന് വന്നാൽ തന്നെ പള്ളി പോയി ഷർറാന്ന് അർത്ഥമില്ലല്ലോ. ഒന്നാമത്തെ സൊഫാണ് ഖൈറ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സൊഫ് ഷർറാണെന്നല്ലോ. അതിന് വേറെ ഖൈറുണ്ടാവും, ഇതിന് വേറെ ഖൈറുണ്ടാവും. അത് ഏത് മങ്ങത്തിനാണ്. അപ്പൊ ഒന്ന് ഖൈറാണ് എന്ന് വരുമ്പോൾ അല്ലാത്തവർക്ക് ഷർറാണ് എന്നല്ല. അതിൽ കുറെ ഖൈറുണ്ട്, മറ്റു പല ഖൈർ. ഒരു പെണ്ണിപ്പോ എവിടെയും പോകണില്ല, ഫുള്ള ജാടത്ത് നിൽക്കും, സ്വലാത്ത് നിൽക്കണം, ഒക്കെ പെണ്ണെങ്കിൽ പോകാനും എന്നാ പള്ളി കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലാഹു അക്ബർ. രണ്ടാമതൊരു കാര്യം ചോദിച്ചത് അഖീഖത്തില് നബിതങ്ങൾ പഠിപ്പിച്ചത് ആടാണ്. പെൺകുട്ടിക്ക് 1 ആട്, ആൺകുട്ടിക്ക് 2 ആട്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ദലായ പരിപൂർണമായ. ഇപ്പൊ ആൺകുട്ടിക്ക് 1 ആട് എടുത്താലും മതിയാവും, അത് മതിയാവില്ല. ഹസൻ ഹുസൈൻ വേണ്ടി നബിതങ്ങൾ ഓരോ ആട് അടർത്തു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ആൺകുട്ടിയാണെങ്കിലും 1 ആട് എടുത്താലും ബാധ്യത കൂടും. ഏറ്റവും പരിപൂർണമായത് ആൺകുട്ടികൾക്ക് 2 ആട്, പെൺകുട്ടിക്ക് 1 ആട്. ഞാൻ ആടല്ലാത്തത് പറ്റുമോ? അതിൽ പഴയകാലം മുതൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബിയുടെ മാതൃകയിൽ ആടേ ഉള്ളൂ. നബി അർത്ഥതും അടക്കാൻ പഠിപ്പിച്ചതൊക്കെ ആട് തന്നെയാണ്. അതുകൊണ്ട് ആടില്ലാത്ത അർത്ഥപ്പോൾ അതിനെ വിമർശിച്ച സ്വഹാബിമാരുടെ ചില അധ്യാപനം കൂടി കാണാൻ കഴിയും. അതേസമയം ആടിനോട് ഖിയാസാക്കിക്കൊണ്ട് ഉദ്ഹിയ്യത്തിൽ പറ്റാവുന്നതൊക്കെ അഖീഖത്തിലും പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഖിയാസായിക്കൊണ്ടാണ്. ഉദ്ഹിയ്യത്തിലൊക്കെ പറ്റും, ആടും മാടും ഒട്ടൊക്കെ പറ്റുമല്ലോ എങ്കിൽ അഖീഖത്തിനും അത് മതിയാവും. ഉദ്ഹിയ്യത്തിൽ ഉള്ള എല്ലാം അഖീഖത്തിനും ബാധകമാണ് എന്ന ഒരു ചർച്ചയിൽ നിന്നാണ് പശുവായാലും പോത്തായാലും ഇനി പിന്നെ ഒട്ടകമായാലും ഒക്കെ അറുക്കാം എന്ന് ചർച്ച വന്നിട്ടുള്ളത്. അതുകൊണ്ട് പാടില്ല എന്നോ അർത്ഥം ശരിയാവില്ല എന്നോ പറയണ്ട. പക്ഷെ അറക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ആടാണ് അറക്കേണ്ടത്, അതാ ഏറ്റവും അഫ്ദലായത് എന്ന് പറഞ്ഞു കൊടുക്കലാണ് നല്ലത്. അല്ലാഹു അക്ബർ. അപ്പൊ നാട്ടിലുള്ള അറിവൊന്നും ഇപ്പൊ പലപ്പോഴും സുന്നത്ത് നോക്കിയിട്ടും ദീൻ നോക്കിയിട്ടും നല്ല പതി. അതെ, ഏത് കുട്ടിക്കും അറക്കാന്ന്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് 1ാമത്തെ കുട്ടിക്ക് അറക്കേ ഉള്ളൂ, പിന്നെ അറക്കല്ല. ആദ്യത്തെ കുട്ടിക്ക് അറക്കാന്ന്, അത് വലിയ പേരിട്ടാൻ വേണ്ടി വലിയ ഊക്കില് അർത്ഥമാണ്. പുതാക്കി 4-5 വർഷം കുട്ടിയാവും, അത് നിർത്തും ചെയ്യും. കൂലിക്കല്ല പലപ്പോഴും ചെയ്യല്. അതെ, ലോൺ എടുത്തുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ചെയ്യല്. അത് അഖീഖ നിർബന്ധമാണ്. കുല്ലു മൗലൂദിൻ മർഹൂനുൻ, അവന്റെ ആ അറവിൽ പണയം വെക്കപ്പെട്ടവനാകുന്നു എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞ പ്രയോഗം. അറവിലെ കാര്യത്തിൽ എല്ലാ കുട്ടികളും പണയം വെക്കപ്പെട്ടത്. അപ്പൊ ആ പണയത്തിൽ നിന്ന് വരെ മോചിപ്പിക്കാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കടപ്പാട്, ബാധ്യതയാണ് യഥാർത്ഥത്തിൽ അഖീഖത്ത്. ചില പണ്ഡിതന്മാർ നിർബന്ധമല്ല, സുന്നത്ത് മുഅക്കദ, ശക്തമായ സുന്നത്ത് എന്ന് പറഞ്ഞു. പക്ഷെ ഹദീസ് പ്രയോഗം ഇതാണ്, മർഹൂനാണ്, പണയം വെക്കപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓനെ മോചിപ്പിക്കുക എന്നതാണ് എനിക്ക് അഖീഖത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പോത്തും 2 പോത്തൊക്കെ ആയപ്പോഴാണ് പിന്നെ അത് ആർക്കും താങ്ങാൻ പറ്റാതായി പോയത്. നമ്മുടെ ആട് വാങ്ങി നമ്മളെ അടുത്തുകാണ്ട് നമ്മൾ തിന്നു അയൽവാസിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമൊന്നുമില്ല. ഇത് ഭയങ്കര സംഭവമായി മാറി, ആർക്കും പ്രാപ്യമല്ലാത്ത രൂപത്തിലേക്ക് നാട്ടിലത് മാറിക്കഴിഞ്ഞു. മറ്റൊരാടിനെ വാങ്ങും, നമ്മൾ അറക്കുന്നു, നമ്മളെ പരിചയമൊന്നും ചെയ്യാം. അപ്പുറത്തെ 3-4 പരിക്കാണ്ട് കൊടുക്കേ, ഓരോരുത്തർ ചോറ്റിന് പരികൾ വരുന്നുണ്ട് എന്ന് ഒരു പരികൾ ചോദിച്ചു പോയാലും മതി. ഇത്രയുള്ള ഉദയത്തെ പോലെ എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദയത്താണ് അങ്ങനെ വിതരണം ചെയ്യാൻ പറഞ്ഞത്. ഇതിനങ്ങനെ പറഞ്ഞത് അവിടെ അറവാണ് ഇതിൽ മുഖ്യമായ ഉദ്ദേശം. അഖീഖത്തിന്റെ മൃഗത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം പ്രായപരിധി ഹദീസിൽ വന്നിട്ടില്ല. ഉദ്ഹിയ്യത്തിന് മാത്രമാണ് മൃഗത്തിന് പ്രായപരിധി പറഞ്ഞത്. പിന്നെ ഷാഫി മദ്ഹബിലൊക്കെ അഖീഖത്ത് എന്നത് 100% ഉദ്ഹിയ്യത്ത് പോലെയാണ്. ഉദ്ഹിയ്യത്തിന്റെ എല്ലാ അഹ്കാമും അഖീഖത്തിനും ബാധകമാണ് എന്ന ഖിയാസിൽ നിന്നാണ് ഉദ്ഹിയ്യത്തിൽ ഏത് മൃഗമാണോ പറ്റുക ആ മൃഗങ്ങളൊക്കെ പറ്റും, ഏത് പ്രായമാണോ പറ്റുക ആ പ്രായമേ പറ്റുകയുമുള്ളൂ എന്ന് ഇമാം ഷാഫിയൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അത് ഈ ഖിയാസാണ്, ഉദയത്തിന് ഖിയാസാക്കിയിട്ടാണ്. ഹദീസിൽ അഖീഖത്തിന് മൃഗത്തിന് പ്രത്യേകമായ പ്രായമൊന്നും എവിടെയും പറഞ്ഞതായി
ആരും ഉദ്ധരിക്കുന്നില്ല. അല്ലാഹു അഅലം. എഴുതി കിട്ടിയിട്ടുണ്ടോ ചോദ്യം ഇവിടെ. വിത്തറിലെ ഖുനൂത്ത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാധാരണ പതിവായിരുന്നില്ല. പക്ഷെ നബി പഠിപ്പിക്കുകയും നബി ഖുനൂത്ത് ഓതുകയും ചെയ്തതായി തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. സ്വഹാബിമാരിൽ നിന്നാണ് ഏറ്റവും അധികം ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്നത്. സ്വഹാബിമാർ, ഒരുപാട് സ്വഹാബിമാർ ഖുനൂത്ത് ഓതിയതായിട്ട് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വരുന്നു. ചിലർ റമദാനിലെ അവസാനത്തെ 10 മാത്രം ഖുനൂത്ത് ഓതിയ സ്വഹാബിമാരുണ്ട്. ഭൂരിപക്ഷ സ്വഹാബിമാരും റമദാൻ രണ്ടാമത്തെ പകുതിയിൽ ഖുനൂത്ത് ഓതി എന്നാണ് വന്നത്. ആദ്യത്തെ 15 ഇല്ലാതെ രണ്ടാം പകുതിയിലാണ് അവരധികവും ഖുനൂത്ത് നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ ചില സ്വഹാബിമാർ റമദാൻ 1 മുതൽ ഖുനൂത്ത് ഓതിയതായിട്ടും വന്നിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞത് കൊല്ലം മുഴുവനും ഖുനൂത്ത് ഓതാം എന്നാണ്. പ്രത്യേക സമയമൊന്നുമില്ല, എപ്പോഴും ഓതാം. അപ്പൊ അതിന് മനസ്സിലാകുന്നത് അതിലൊരു വിശാലതയുണ്ട് എന്നാണ്. ഇന്ന സമയത്ത് പ്രത്യേക നിബന്ധനകൾ പറയാത്തത് കൊണ്ട് സ്വഹാബത്തർക്ക് മനസ്സിലാക്കിയത് അത് ഏത് സമയത്തും എങ്ങനെയും ആവാം. എന്നാൽ റമദാനിൽ എല്ലാ നന്മയും വർദ്ധിപ്പിക്കുന്നു, ദുആ വർദ്ധിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ റമദാനെ പ്രത്യേകിച്ചും അവരത് ചെയ്തു പോന്നിട്ടുണ്ട്. അപ്പൊ സ്വഹാബത്തിന്റെ ചെയ്തിയാണ് നമുക്കിതെല്ലാമുള്ള പ്രവർത്തനപരമായ പ്രധാനപ്പെട്ട മാതൃക. നബിതങ്ങളെ ഖുനൂത്ത് ഓതി എന്ന ഹദീസിലുണ്ട്, ഓതാൻ പഠിപ്പിച്ചതും ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സുന്നത്തായ കാര്യമാണ്. ഇനി ഒരാൾ തീരെ ഖുനൂത്ത് ഓതിയില്ല, അതൊന്നും നഷ്ടമൊന്നുമില്ല. ഒരാൾ വിത്തറിൽ ഒരിക്കലും ഖുനൂത്ത് ഓതിയില്ലെങ്കിൽ അതോടെ അയാൾ എന്തോ വലിയൊരു അപരാധം ചെയ്തു, ഒരു ഫർദ് ഒഴിവാക്കി എന്ന് പറയണമെന്നില്ല. സുന്നത്തായ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ കൂടുതൽ സ്വഹാബത്തിന്റെയും ചെയ്തിയുടെ മാതൃക റമദാൻ 15 ശേഷം അവസാനം വരെയുള്ള ഖുനൂത്താണ്. ചുരുക്കം സ്വഹാബിമാർ റമദാൻ 20 ശേഷം അവസാനത്തെ 10 മാത്രം ഓതി. ചുരുക്കം സ്വഹാബിമാർ റമദാൻ 1 മുതലും ഓതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പൊതുവെ സ്വീകരിച്ചു പോകുന്നതാണ് സ്വഹാബിമാർ ഭൂരിപക്ഷം ചെയ്തൊരു രീതിയിലേക്ക്. അത് ലോകത്ത് വ്യാപകമായി അങ്ങനെ അംഗീകരിക്കപ്പെട്ടു പോരുകയും പൊതുവെ ഫിഖ്ഹിലൊക്കെ അതാണ് പ്രത്യേകം എടുത്തു. ഷാഫി മദ്ഹബിലടക്കം അവസാനത്തെ പകുതിയിൽ നിന്ന് പ്രത്യേകം പറയാൻ കാരണം സ്വഹാബത്തിലെ ചെയ്തെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. അപ്പൊ അതൊരു ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരാൾ റമദാൻ അല്ലാത്തപ്പോൾ ഖുനൂത്ത് ഓതി ആയിക്കോട്ടെ, ഒരു പ്രാർത്ഥനയാണ്, പ്രശ്നമൊന്നുമില്ല. പറയാം. അപ്പൊ റമദാൻ അല്ലാത്തപ്പോ ഓതിയാലും അതിനൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പറഞ്ഞു തറാവീഹിലെ എല്ലാ 2 റക്അത്തിനും ഇടയിൽ ദുആഉൽ ഇഫ്തിതാഹ് വജ്ഹതു അല്ലെങ്കിൽ സമാനമായ പ്രാർത്ഥനകളോ ചില സുന്നത്തുണ്ട് എന്ന് തന്നെയാണ് മൊത്തത്തിൽ പണ്ഡിതന്മാരൊക്കെ ചർച്ച നമുക്ക് മനസ്സിലാകുന്നത്. സലാം വീട്ടി ആ നിസ്കാരം കഴിഞ്ഞു, ഈ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വീണ്ടും നിസ്കാരത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടെങ്കിൽ അതിനുശേഷം ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലുക എന്ന സുന്നത്തായി തന്നെയാണ്. ഇപ്പൊ ഈ ആധുനിക കാലത്തെ പണ്ഡിതന്മാർക്കടക്കം ഈ വിഷയത്തിൽ പ്രത്യേകമായ പഠനങ്ങളും ആ വിഷയത്തിൽ മാത്രമുള്ള ചില കൊച്ചുകൃതികളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊക്കെ അവരൊക്കെ പിന്നെ തർജീഹാക്കി പ്രബലമാക്കി പറഞ്ഞത് സുന്നത്താണ്. സുന്നത്തോട് നിർബന്ധം ഇവരെ ചൊല്ലിയില്ല, നിർബന്ധമൊന്നുമില്ല, നിർബന്ധം ഒഴിവാകുന്നുമില്ല. ഇനി അതിന് വ്യത്യസ്തമായ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊരു ചെറിയൊരു ദുആയെങ്കിലും ചെയ്താലും ആ സുന്നത്തവന് കിട്ടുകയും ചെയ്തു. വേണ്ടെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞത് നമ്മൾ ഇടയ്ക്ക് സലാം വീട്ടിയാലും ഇത് ഒറ്റ നിസ്കാരമാണ്, 11 റക്അത്ത് ഒറ്റ നിസ്കാരം, ഇടയ്ക്ക് വിശ്രമിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിലൂടെ അവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഇനി അടുത്തിന് വേണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. പക്ഷേ പൊതുവെ സുന്നത്താണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായിട്ട് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. സുബഹിയിലെ ഖുനൂത്ത് ചോദിച്ചു കൊടുത്തത് അത് ഇതുമായി ബന്ധമുള്ളതല്ല. വിത്തറിലെ ഖുനൂത്ത് വേറെ, നാസിലത്തിന്റെ ഖുനൂത്ത് വേറെ, സുബഹിയിലെ ഖുനൂത്ത് വേറെ. 3 ഐറ്റം ഖുനൂത്താണ്. വിത്തറിലെ ഖുനൂത്തിന് മാതൃകയുണ്ട്. നാസിലത്തിൽ വിപത്തുണ്ടാകുമ്പോഴുള്ള ഖുനൂത്തുകൾ, മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വല്ല വിപത്തും വരുമ്പോൾ ആ വിപത്തിന് രക്ഷ നേടിക്കൊണ്ടുള്ള ഖുനൂത്തുകൾ നബിതങ്ങൾ 1 മാസം നിർവഹിച്ചിട്ടുണ്ട്.
സ്വഹാബിമാരുടെ മാതൃകയും അതിലുണ്ട്. അത് സുന്നത്തായ കാര്യമാണ്. 5 വഖത്തിലും ആ ഖുനൂത്ത് നിർവഹിക്കാം. സുബഹിക്ക് മാത്രമുള്ള ഖുനൂത്ത് എന്നുള്ളത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതിന് ഉണ്ട് എന്ന് വെച്ചാൽ ഹദീസ് ഉണ്ടെങ്കിലും ആ ഹദീസ് സ്വഹീഹല്ല. അതുകൊണ്ട് സുബഹിക്ക് മാത്രമായ ഖുനൂത്ത് എന്നുള്ളത് നബിയുടെ ഒരു മാതൃക ഇല്ല. അത് ആ തിരിച്ച് മനസ്സിലാക്കുക. ഇനി ഇവിടെ എഴുതി കിട്ടിയ ചോദ്യമുണ്ട് സ്ത്രീകളെ ഭാഗത്ത്. സ്ത്രീകൾക്ക് സുഗന്ധം പൂശി പുറത്തിറങ്ങാമെന്ന് ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടു. അടിച്ചു വീശുന്ന സുഗന്ധം അവിടെ തന്നെ ഉള്ളൂ, നേരിയ രീതിയിലാവാം എന്ന് ആണ് ആ പണ്ഡിതൻ പറഞ്ഞത്. പൊതുവെ സ്ത്രീകൾക്ക് സുഗന്ധം വിലക്കിയതാണ്. വിലക്കിയത് മാത്രമല്ല, വളരെ ശക്തമായ ഭാഷയിലാണ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സുഗന്ധം ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ ഫഹിയ സാനിയ, വ്യഭിചാരിണിയാണ് എന്ന് വരെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയുടെ സുഗന്ധം എന്നുള്ളത് ഭർത്താവിന് മുമ്പിലാണ്. ഭർത്താവിന് മുമ്പിൽ, ബെഡ്റൂമിൽ ഭർത്താവുമായുള്ള അവസരങ്ങളിൽ അവിടെയാണ് പെണ്ണിന് സുഗന്ധം ഉപയോഗിക്കാൻ ഉള്ളത്. പുരുഷന്മാരെ പോലെ അവർക്ക് സുഗന്ധം ഉപയോഗിച്ച് അങ്ങനെ പുറത്തേക്ക് പോയി. പിന്നെ ചർച്ച വന്ന എവിടെ വെച്ചാൽ ഒരു ദുർഗന്ധമുണ്ടെങ്കിൽ ആ ദുർഗന്ധം ചില ആളുകളുടെ വിയർപ്പിന് പ്രത്യേകമായ ദുർഗന്ധമുണ്ടാകും. അപ്പൊ ആൾക്കിടയ്ക്ക് വരുമ്പോൾ അത് പ്രയാസം ഉണ്ടാകുന്നത്, അത് മാറ്റാനുള്ള മറ്റുള്ള ഒരു പെർഫ്യൂംസ് അല്ലാത്ത മറ്റുള്ള ആൾക്ക് അങ്ങനെ സുഗന്ധമൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള വല്ലതൊക്കെ പറ്റുമോ ഇല്ല എന്ന് ചർച്ച അത് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൂ. അല്ലാഹു അഅലം. മറ്റൊരു സ്വർണ്ണത്തിന് സക്കാത്താണ് ചോദിക്കുന്നത്. വാങ്ങുമ്പോൾ ഉള്ള റേറ്റ് ആണോ പഴയ ഗോൾഡിന്റെ റേറ്റ് ആണോ കൂട്ടേണ്ടത്? സക്കാത്ത് കൊടുക്കുമ്പോൾ എന്താ സ്വർണ്ണത്തിന് വില നോക്കുക, അതാ നോക്കണ്ടേ. വാങ്ങിയപ്പോ ചിലപ്പോൾ 1000 രൂപയൊക്കെ വാങ്ങിക്കാം, അതിനിപ്പോ കൊടുക്കുന്നെങ്കിൽ എളുപ്പമുണ്ട്. സക്കാത്ത് കൊടുക്കുമ്പോൾ എന്താണ് സ്വർണ്ണത്തിന്റെ വില? അതിന് പഴയ സ്വർണ്ണം കൂട്ടുന്ന കുഴപ്പമില്ല, ഈ സ്വർണ്ണം കൊടുക്കുമ്പോൾ കിട്ടുന്ന കൂട്ടി കൊടുക്കാൻ കുഴപ്പമില്ല, പുതിയ കൊള്ളുന്നില്ല. അല്ലാതെ വാങ്ങിയ കാലത്ത് ചിലപ്പോ പുറത്തിട്ട് ജയിക്കുമ്പോൾ അന്ന് ഗ്രാമിന് 1000 രൂപയൊക്കെ ഉണ്ടാവും, അത് വെച്ച് സക്കാത്ത് കൊടുക്കുന്നെങ്കിൽ എളുപ്പമുണ്ട്. അതല്ല, നിലവിലുള്ള സ്വർണ്ണത്തിന്റെ വിലയാണ് കാണേണ്ടത്. ഏറി വന്നാൽ ആ ഉപയോഗിക്കുന്ന സ്വർണ്ണമാണെങ്കിൽ അത് അങ്ങോട്ട് കൊടുത്താൽ കിട്ടുന്ന വില അതുവർക്ക് കണക്കാക്കാം. ഏതായാലും സക്കാത്ത് ഇക്കൊല്ലം എല്ലാവരും സക്കാത്ത് കൊടുത്താല് അടുത്ത സക്കാത്ത് വാങ്ങാൻ ആളുണ്ടാവില്ല. അതിന് മാത്രം സ്വർണ്ണത്തിന് വില കൂടിയാണ്. ആയിക്കോട്ടെ, കൊടുക്കുമ്പോൾ കിട്ടുന്ന കൊടുത്താൽ മതി. ഉപയോഗിക്കുന്ന സ്വർണ്ണം ഇപ്പൊ വിറ്റാൽ എന്താണ് കിട്ടുക? വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല. ഒരു ഗ്രാമം 200-300 രൂപയ്ക്ക് മറ്റുണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, ആ ഉള്ള സ്വർണം അവന് കൊടുത്താൽ എന്ത് വരട്ടോ, അത് കണക്കാക്കിയാൽ മതി. മറ്റൊന്ന് വലാഗ് ബറാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വലാഗ് ബറാ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? അതിന് അപ്പുറം പറഞ്ഞിട്ട് ടീമുകളൊക്കെ ഉണ്ട് പോലും നമ്മൾ എന്താ വ്യത്യാസം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ശരിയായാലും വേണ്ടിയ മലപ്പുറം വേണ്ടില്ല, എവിടെയായാലും വലാഗ് ബറാ എന്നുള്ളത് അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസത്തിന്റെ ഭാഗമാണ്. വലാ എന്ന് പറഞ്ഞാൽ ബന്ധം സ്ഥാപിക്കൽ, ബറാ ബന്ധം വിച്ഛേദിക്കൽ. അഖീദയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ഒരു സത്യവിശ്വാസിക്ക് അവന് മനസ്സറിഞ്ഞ ആത്മാർത്ഥമായ ആദർശ ബന്ധം അവൻ കാത്തു സൂക്ഷിക്കൽ മുഅ്മിനീങ്ങളുമായിട്ട് മാത്രമാണ്. ആ ബന്ധം വേറെ ഉണ്ടാകാൻ പറ്റില്ല. കുഫറിനോട് നമുക്ക് വെറുപ്പാണ്, ശിർക്കിനോട് വെറുപ്പാണ്. അതുകൊണ്ട് കുഫറിന്റെ ആളോടും വെറുപ്പാണ്, ശിർക്കിന്റെ ആളോടും വെറുപ്പാണ്. ആ നിലക്ക് ഒരു മനുഷ്യനെ നിലക്ക് നമുക്കോട് പെരുമാറ്റങ്ങളും ഇടപാടും കൊടുക്കൽ വാങ്ങലും ഒക്കെ ആവാം. പക്ഷെ പടച്ച റബ്ബെ നിഷേധിക്കുന്ന ഒരാളോ അയാളുമായി നമുക്ക് എന്തായാലും ഒരു മാനസികമായ അകൽച്ച ഉണ്ടായേ പറ്റുള്ളൂ. നമ്മളെ ഉമ്മാനോടൊപ്പം ചീത്ത പറഞ്ഞാലേ എനിക്ക് വളരെ വലിയ സ്നേഹം തന്നെയാണ്, ഒപ്പന ചീത്തനോട് എനിക്ക് വെറുപ്പുള്ളൂ എന്ന് പറയുന്നല്ലോ. എങ്കിൽ നബിയെ ചീത്ത പറഞ്ഞ ആള്, അള്ളാഹുവിനെ തള്ളി പറയുന്ന ആള്, കുഫ്ർ സ്വീകരിച്ച ഒരാള്, അവരോട് നമുക്ക് എന്തായാലും വെറുപ്പുണ്ടാവും. ഇന്ന ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂൻ. ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനമാണ്. ഇന്ന ബുറാഉ മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാകുന്നു, വമിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങൾ ഒഴിവാകുന്നു. ബുറാഅ ബറാഅത്ത് പ്രഖ്യാപിക്കുക, അവരുമായി ബന്ധവിച്ഛേദം. അഥവാ ദീനിയായ ബന്ധങ്ങളൊന്നുമില്ല, ആദർശ ബന്ധങ്ങളില്ല, ആ നിലക്കുള്ള മനസ്സറിഞ്ഞ സ്നേഹബന്ധങ്ങളും ഇല്ല. മാനുഷികമായ ബന്ധങ്ങളുണ്ടാവും. ഒരു മനുഷ്യനെ നിലക്ക് ഏത് മനുഷ്യരോടും പാലിക്കേണ്ട പൊതുവായ ബന്ധങ്ങളൊക്കെ അത് ജാതി മതം നോക്കാതെ എല്ലാവരും പാലിക്കുകയും വേണം. പോലീസ് മക്കളായി നമുക്ക് സഹായിക്കാം, അവന് ഒരു ബുദ്ധിമുട്ടാണ്, നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല, ഭക്ഷണം കൊടുക്കാം. ഒരു വീടില്ല, വീടുണ്ടാക്കാൻ സഹായിക്കാം. അതൊക്കെ വേറെ, അത് പരസ്പരമുള്ള ബന്ധങ്ങളാണ്. മുആമല അത് മനുഷ്യന്മാർ തമ്മിലുണ്ട്,
ഇനി മനുഷ്യന്മാരോട് മാത്രമല്ല, മറ്റു ജീവികളോട് പോലും പാലിക്കാൻ പറഞ്ഞ ചില ബന്ധങ്ങളുണ്ട്. അതൊക്കെ ആവാം. അത് വലാബറാന് എതിരല്ല. എന്നാൽ സ്നേഹബന്ധങ്ങൾ വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകാം. പിന്നെ ഏറി വന്നാൽ ചില കുടുംബ ബന്ധങ്ങൾ. ഇപ്പൊ ഒരു ഉമ്മ മുസ്ലിം അല്ല, പക്ഷെ ഉമ്മ നിൽക്കുന്ന സ്നേഹം ഉണ്ടാവും, അത് പറ്റും. അബൂ താലിബ് നബികൾ കാണിച്ച സ്നേഹം അതാണ്. അത് എളാപ്പ നിൽക്കുന്ന സ്നേഹമാണ്. അത് മനുഷ്യ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ഒരു എളാപ്പയും കുട്ടിയും തമ്മിലുണ്ടാകുന്ന ഒരു സ്നേഹം ഉണ്ടാവും. അത് മനുഷ്യന്റെ പ്രകൃതിയുടെ ഭാഗമാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ല, അത് നിലത്താണ്. ആ നിലക്കുള്ള ദുന്യവിയായ ഭൗതികമായ ബന്ധങ്ങളും ഇടപാടുകളും ആ നിലക്കുള്ള എന്തെല്ലാം നമുക്ക് അവരുമായി പാലിക്കാനുണ്ടോ അതൊക്കെ പാലിക്കാം, അതിന് വിരോധമില്ല. എന്നാൽ വലാ എന്നത് ആദർശ ബന്ധമാണ്, ആത്മബന്ധമാണ്. ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനൂ. നിങ്ങളെ വലിയ അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, സത്യവിശ്വാസികളുമാകുന്നു. അതാണ് നമ്മുടെ വലിയ. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പരസ്പരം ഔലിയാക്കളാകുന്നു. വലാഉ ബറായിൽ തെറ്റിപ്പോയ രണ്ടു തരം ടീമുകൾ ലോകത്തുണ്ട്. അത് ഏത് വിഷയത്തിലുണ്ടാവും, അങ്ങോട്ടും തെറ്റും ഇങ്ങോട്ടും തെറ്റും. ഒന്ന് വലാഉ ബറായെ വേണ്ട എന്ന് പറഞ്ഞ് അതിനൊക്കെ പോയി ഏത് കാഫിറുമായിട്ടും ഭയങ്കരമായ സ്നേഹബന്ധം നിലനിർത്തി അവരോടൊക്കെ ഭയങ്കര ആത്മസുഹൃത്തുക്കളായി അങ്ങനെ പോകുന്ന രീതി, അത് പറ്റൂല. അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുകയാണ്. അപ്പൊ ഇസ്ലാമിന് മാത്രമല്ല, എല്ലാ മതത്തിലുണ്ട്, എല്ലാ പാർട്ടിയിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. ഒരു ലീഗനെ സ്നേഹിക്കണ പോലെ ഒരു മാർക്സിസ്റ്റിനെ സ്നേഹിക്കും, ഒരു മാർക്സിസ്റ്റിനെ സ്നേഹിക്കണ പോലെ ലീഗനെ സ്നേഹിക്കും. അത് സ്നേഹിച്ച അർത്ഥം എന്താണ്? ഓന്റെ പാർട്ടിന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പോലെ ആത്മാർത്ഥമില്ല ഉണ്ടാവുന്നല്ലോ. ഏതൊന്നും തന്നെ ഒരു ക്രിസ്ത്യാനിയെ സ്നേഹിക്കണ പോലെ അല്ലാത്തവർ സ്നേഹിക്കില്ല. അതേപോലെ ഏത് ഇതിലും അങ്ങനെ തന്നെ, ഏത് പിന്നെ പ്രസ്ഥാനത്തിലും ഏത് വിഷയത്തിലും ഏത് നിലപാടിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാം മാത്രം പറഞ്ഞ കാര്യമൊന്നുമില്ല, അത് ഏത് മതത്തിന്റെയും ഒരു അടിസ്ഥാനമാണ്. മക്കത്ത് മുസ്ലിം പല ആളുകൾ മുസ്ലിമായി വന്നപ്പോ എന്തിനാ പോലെ പീഡിപ്പിച്ചതും ആക്രമിച്ചൊക്കെ അതിന്റെ ഭാഗമാണ്, ബറാഇന്റെ ഭാഗമാണ്. അത് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ്. താൻ ഉൾക്കൊള്ളുന്ന ആശയം, താൻ ഉൾക്കൊള്ളുന്ന വിശ്വാസം, തന്റെ നിലപാട്, അത് സ്വീകരിച്ച ഒരാളോട് ഒരു പ്രത്യേകമായ ബന്ധമുണ്ടാകും. അതിനെതിരെ നിൽക്കുന്ന ആളോട് ഒരു അകൽച്ചലനവും ഉണ്ടാവുകയും ചെയ്യും. അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. അത് ഇസ്ലാമും എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഒരു വിഭാഗം തെറ്റിപ്പോയത് അങ്ങനത്തെ വിഷയമൊന്നുമില്ല, എല്ലാ മനുഷ്യന്മാരെയും ഒരേപോലെ സ്നേഹിക്കണം, ജാതി മതം നോക്കണ്ട, മനുഷ്യന്മാരൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞ് ഏത് മനുഷ്യന്മാരും ഒരേപോലുള്ള ബന്ധങ്ങൾ, മതം വേറെ ഇത് വേറെ, അത് പറ്റില്ല, അതില്ല, അത് ശരിയല്ല. മറ്റൊരു വിഭാഗം വലാബറായിന്റെ പേരും പറഞ്ഞിട്ട് ഒരാളോടും ഒരു മുസ്ലിം ആയത്തോട് ചിരിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ, അതാണ് ഇപ്പൊ ഈ പറഞ്ഞ മഞ്ചേരിയൊക്കെ പറഞ്ഞ ടീം. ഒരു കാഫിറിനോട് അങ്ങേ അത്രയും വെറുപ്പായി, അവരെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്, ഇവിടെ യാതൊരു ഇടപാടും പറ്റില്ല, ഒന്നും പറ്റില്ലാണ്ട് പിന്നെ മുഖം തിരിച്ചു പോകാം. പക്ഷെ ഒരിപ്പോ അവസാനം പോലും വരാൻ പ്രഖ്യാപിക്കുന്നത് കാഫിറിനോടല്ല, മുസ്ലിമിനോട് തന്നെയാണ്. അതാണ് സംഭവിച്ചത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളോടൊക്കെ ഒരു അത്ര വെറുപ്പുള്ളൂ, വിശ്വത്തിനോട് വെറുപ്പ്, ആ നിൽക്കുന്ന ആളുടെ വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ബാക്കിയൊന്നും കുഴപ്പമില്ല. അത് ബറാ അല്ല. ഇത് അസ്ലാണ്, അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അതാണ് അസ്ൽ. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക, അതാണ് വലാ ബറാഇന്റെ അടിസ്ഥാനം. അപ്പൊ അത് അങ്ങോട്ടും തെറ്റിക്കൂടാ, ഇങ്ങോട്ടും തെറ്റിക്കൂടാ. മാനുഷികമായ ബന്ധങ്ങളൊക്കെ ആവാം, നന്മ ചെയ്തു കൊടുക്കാം, അവരുമായി മുആമലാത്ത് ഇടപാടുകൾ നിർവഹിക്കാം, അയൽവാസികളെ അയൽപക്ക ബന്ധങ്ങൾ പാലിക്കാം, കുടുംബക്കാരെ കുടുംബ ബന്ധങ്ങൾ പാലിക്കാം. അതൊന്നും ജാതി മതം നോക്കേണ്ടതില്ല. എന്നാൽ ആദർശ ബന്ധങ്ങൾ അത് ദീനുള്ള ആളുകളോട് ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ വലാ യഅകുൽ തുആമക ഇല്ലാ തഖയ്യൻ എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നിന്റെ സുഹബത്ത്, നിന്റെ ആത്മബന്ധമായി സ്വീകരിക്കൽ മുഅ്മിനോടാണ് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അല്ലാഹു അക്ബർ. ഇപ്പൊ ഒരേ സംഘടന പ്രവർത്തിക്കുന്ന ആളുകൾ, അപ്പൊ ഒരു മെമ്പർഷിപ്പുള്ള ആളുകൾ, അല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു പള്ളി വരുന്ന ആളുകൾ, അവർ തമ്മിലൊക്കെ പ്രത്യേകമായ ചില അടുപ്പങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. നമ്മളെ പള്ളി സ്ഥലം വരുന്ന ആളോട് നമുക്കൊരു കൂടുതൽ അടുപ്പുണ്ടാവും. അത് വലാ ബറാ അല്ല.
എന്നാൽ അതിന്റെ പേര് വലാബറ സ്ഥാപിച്ചാലോ അത് പാടില്ലതാണ്. ഇപ്പൊ നമ്മുടെ സംഘടനയിൽ ഇല്ലാത്ത ഒരാള് അയാളെ അക്കീദ എത്ര സലഫി അക്കീദയാണെങ്കിലും എത്ര നല്ല മനുഷ്യരാണെങ്കിലും എത്ര തക്കവ ഉണ്ടെങ്കിലും അയാൾ എല്ലാ നിൽക്കും ക്ലിയർ ആണെങ്കിലും നമ്മൾ മെമ്പർഷിപ്പ് ഇല്ലല്ലോ ആണ് പോയിട്ട് നമുക്ക് ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സംഘടന പാടില്ല. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ആ സംഘടന തന്നെ പാടില്ല. സംഘടനയുടെ പേര് വലാഗ് ബറാഗ് പാടില്ല. വലാഗ് ബറാഗ് ഇസ്ലാമിന്റെ പേരിലേ ഉള്ളൂ. അല്ലാതെ സംഘടനയുടെ പേര് വലാഗ് ബറാഗ് വന്നാൽ ആ സംഘടന പാടില്ലാത്ത സംഘടനയാണ്, അതൊരിക്കലുമില്ല. സംഘടനയുടെ പേരില് അതേപോലെ ത്വായിഫത്ത് ഒരു സംഘത്തിന്റെ പേരില് വ്യക്തികളുടെ പേരിലൊക്കെയുള്ള തഅസ്സുബ് പക്ഷപാതിത്വങ്ങൾ അത് പാടില്ല. അത് സംഘടന വന്നാൽ ആ സംഘടന ഉടനെ പിരിച്ചിട്ട് പോയിക്കോളാം, പിന്നെ പറ്റില്ല. നമ്മുടെ സംഘടന മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയാം. നമ്മുടെ സംഘടന മെമ്പർഷിപ്പ് ഇല്ല എത്ര നല്ലതായിട്ടും കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ പറ്റില്ല. നേരെ മറിച്ച് ഒരു അഖീദ ശരിയാണോ നമുക്കവിടെ ബന്ധമുണ്ട്, ഒരു അഖീദ മോശമാണോ നമ്മളെ സംഘടന ആണെങ്കിൽ പോലും ആ തെറ്റാ നമ്മൾ തുറന്നു പറയും ചെയ്യും, അത് ന്യായീകരിക്കാൻ പോകില്ല. ഇതാണ് ശരിയായ വലാഗ് ബറാഇന്റെ അടിസ്ഥാനം. അത് മറികടന്നുകൊണ്ട് മറ്റെന്തെങ്കിലും കാരണത്താൽ ഇപ്പൊ ഇസ്ലാമിക സംഘടന രൂപീകരിക്കാൻ പറ്റുമോ ഇല്ലെന്ന ചർച്ചയിൽ സലഫി പണ്ഡിതന്മാർ പറഞ്ഞു സംഘടന രൂപീകരിക്കാം, പക്ഷേ സംഘടനയുടെ പേര് വലാഗ് ബറാഇ ഉണ്ടാകാൻ പാടില്ല. സംഘടനയുടെ പേര് വലാഗ് ബറാഇ ഉണ്ടായി കഴിഞ്ഞാൽ അത് ദോഷകരമാണ്. അതിപ്പോൾ ഉള്ളത് ഈ പറഞ്ഞ ചങ്ങായിമാക്കേ ഉള്ളൂ, പറയില്ല. ഈ പറഞ്ഞ വലാഗ് ബറാഇന്റെ പേര് ആക്ഷേപിക്കുന്ന ഈ ടീമിലാണ് യഥാർത്ഥത്തിൽ ആ വലാഗ് ബറാഇ ഉള്ളത്. അപ്പൊ അപ്പോഴത്തെ ഒരാൾ രാജിച്ച് ഓരോപ്പം കൂടിയാൽ അതോടുകൂടി പിന്നെ ഞാൻ അയാൾക്ക് ഇല്ലാത്ത മതമില്ല. അതല്ല ഒലപ്പം ഇല്ലെങ്കിലോ ഇവിടെ ആർക്കും ഇരുമില്ല, ക്ലാസ് എടുക്കാൻ പറ്റില്ല, ആരും ഉലമാക്കളെല്ലാം പറയും. അപ്പൊ നമ്മളൊക്കെ പഠിപ്പിച്ച് നമ്മളെ ജാമീനൊക്കെ ഇടക്കാലത്ത് നിർത്തിപ്പോയ കുട്ടികളോ നമ്മൾ പുറത്താക്കിയ കുട്ടികളൊക്കെ അങ്ങനത്തെ സംഘടന ക്ലാസ് എടുക്കുന്നുണ്ട്. ഓരൊക്കെ വലിയ അടിമകളാണ് ഒരു കണക്കിൽ. ഓരോ പഠിപ്പിച്ച ഉസ്താദന്മാർക്കൊന്നും ഇരുമില്ല. ഇനി നമ്മളാരെ ഒരാൾ ഓരോപ്പം കൂടിയൊക്കെ എന്താ മൂപ്പര ഇരുമ്പ് അറിയപ്പോ. അതാണ് ശരിക്ക് ഈ പറഞ്ഞ തെറ്റായ വലാഗ് ബറാഅ്. അതിനാണ് ഹവാന്ന് പറഞ്ഞത്. നമ്മളാളാണെങ്കിൽ ഓനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മളാണല്ലെങ്കിൽ പിന്നെ ഓന്റെ ഒരു നന്മയും കാണാതെ പറ്റില്ല. ദീനിയായ അഹ്ലുസുന്നയുടെ അഖീദയുള്ള ആളാണോ അവരോടൊക്കെ നമുക്ക് ആത്മബന്ധമുണ്ട്. അഹ്ലുസുന്ന അഖീദയിലെ ആ അകൽച്ചയോട് നമ്മൾ പാലിക്കും, നല്ല മുസ്ലിമായി കണക്കാക്കുന്നു. മുസ്ലിമിനായ ബന്ധങ്ങൾ ഉണ്ടാവും. അഹ്ലുസുന്ന നമ്മൾ കാണിക്കുന്ന സ്നേഹബന്ധം അപ്പം ഉണ്ടാവും. അതിൽ ബിദഅത്തിനോട് അകൽച്ച ഉണ്ടാവും, ബറാഅ് ഉണ്ടാവും. അഹ്ലുൽ ബിദഅത്തിനോട് അകൽച്ച ഉണ്ടാവും, ബറാഅ് ഉണ്ടാവും. ബറാഅ് മുസ്ലിമാണോ ഓരോ നമുക്ക് വലാഅ് ഉള്ളൂ. പക്ഷെ അഹ്ലുൽ ബിദഅ ആണോ അതിനെ പേര് അവനോട് അകൽച്ച നമ്മളവിടെ കാത്തുസൂക്ഷിക്കാനും ഓരോ ബിദഅത്തുകൾ വരാതെക്കാനും ആ ബിദഅത്തിന് പ്രൊമോഷൻ കിട്ടാതെക്കാനും അത് ആളുകൾ പെട്ടുപോകാതെക്കാനൊക്കെ വേണ്ടി ഒരു അകൽച്ച അവിടെ നേരത്തെ എന്നാ മരിച്ചാൽ മയ്യിത്ത് കഴിക്കാൻ പോകണം, മയ്യിത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മുസ്ലിമീങ്ങളെല്ലാം ഹക്കും അവന് വകവെച്ച് കൊടുക്കുകയും വേണം. ഇതാണ് ഇതിലുള്ളത്. അല്ലാഹു അഅലം. നിസ്കാരത്തിന്റെ ഭാഷ പൊതുവെ അറബിയാണ്. നിസ്കാരത്തിന്റെ പ്രാർത്ഥന അറബിയിൽ തന്നെ ആവണം എന്ന് തന്നെയാണ് അടിസ്ഥാന നിയമം. അതുകൊണ്ട് അതാണ് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യേണ്ടത്. എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ അറബി അല്ലാത്ത ഭാഷ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പണ്ഡിത ലോകത്ത് ചർച്ചയാണ്. അതെല്ലാവരും അംഗീകരിച്ച കാര്യമൊന്നുമല്ല. ചില പണ്ഡിതന്മാർക്ക് അതിന് അനുവാദം കൊടുത്തു, സുന്നത്താണ് എത്ര ദുആ ചെയ്യാമല്ലോ എന്ന നിലക്ക് ചില അനുവാദം കൊടുത്തു എന്നല്ലാതെ എല്ലാവരും ഐക്യകണ്ഠന് സംബന്ധിച്ച് തീരുമാനിച്ച കാര്യമൊന്നുമല്ല. സുന്നത്തിലെ മലയാളത്തിൽ ആൾക്കാർ മറ്റു ഭാഷ പ്രാർത്ഥിക്കാന്നുള്ളത്. നിസ്കാരത്തിന്റെ ഭാഷ എന്നുള്ളത് പൊതുവെ അറബിയാണ്. അതുകൊണ്ട് ആ അറബിയിൽ പ്രാർത്ഥിക്കാൻ നല്ലത്. ഇനി അതിപ്പോ നമുക്ക് വിചാരിച്ച കാര്യം പ്രാർത്ഥിക്കാൻ അറബി അറിയില്ല, ഖുർആനിലെ ദിവസം നഷ്ടം പോലെ വേണ്ടല്ലോ. എല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ എമ്പാടുമുണ്ട്. ആ പ്രാർത്ഥന നിർവഹിച്ചാൽ തന്നെ എല്ലാം നമുക്ക് പൊതുവെ കുറേ തുള്ളിപ്പൊടുക്കി പറഞ്ഞെങ്കിൽ ദുആ ഉള്ളൂ എന്ന ധാരണയാണ് പൊതുവെ സമൂഹത്തിലൊക്കെ ഉള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആദ്യം ഇബ്നു പറഞ്ഞു ഞാൻ നബി ഒന്നല്ല. എന്താ വെച്ചാൽ ഇബ്നു ഉമറിന്റെ ഒരു അഹങ്കാരം പിന്നെ നടക്കാണ്. മൂപ്പര് പറഞ്ഞ എന്തോ ഉത്തരം കിട്ടും തോന്നുമ്പോ അത് മൂപ്പരെ മനസ്സിക്ക് ഒരു റിയാദ് വന്നാൽ പ്രശ്നമാണ്. ഇബ്നു ഉമർ ദുആ ചെയ്തു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പൊ ഈ പറഞ്ഞാക്കൊരു റാഹത്തായി വിചാരിച്ച് കുറച്ച് തോന്നെ നേരം ഇബ്നു ഉമർ കൊണ്ട് തോൽക്കുന്നതാണ്. നമ്മുടെ ഭാഷ പോലെ ഒരു പൊരുളില്ലാതെ. അപ്പൊ ഇയാൾ പറഞ്ഞു കുറച്ചുകൂടെ ഒക്കെ അധികം ദ്വാരക്ക് എനിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പോഴും ഇയാൾ പറഞ്ഞു അത് പോരാ, കുറച്ചുകൂടി പാടാണ്. അപ്പോഴും വീണ്ടും ആവർത്തിച്ചു. അപ്പോഴും ഇയാൾ പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ എന്താ കൂട്ടാളോ ഇതിലെല്ലാം ഉണ്ട്. ദുനിയാവിലെ ഹസനത്തും ആഖിറത്തിലെ ഹസനത്തും നരകമോചനം എന്താ ഉള്ളത്?
ഈ ദുആ നിർവഹിച്ചാൽ എല്ലാമായി. ഇത് ജമഅ ബൈന ഖൈറൈ ദുനിയാ വൽ ആഖിറ, ദുനിയാവിനും ആഖിറത്തിനും എല്ലാ ഖൈറും ഒരുമിച്ച് കൂട്ടിയ ദുആയാണ്. അപ്പൊ അതാണ് സ്വഹാബത്തിലൊക്കെ നിലപാട്. കുറെ ഇങ്ങനെ പാസ് ഒപ്പിച്ച് ഭയങ്കര തക്കല്ലുഫ് കാണിച്ചത്, കൃത്രിമത്വം കാണിച്ചത് പ്രാർത്ഥന ഒരു പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. സൂറ അറാഫിലെ ആയത്താണ്. നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം, തളർറുഅൻ താഴ്മയോടെ, വഖുഫിയതൻ സ്വകാര്യമായി. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ അതിരുവിടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ പ്രാർത്ഥനയിൽ അതിരുവിടുക എന്നൊരു പരിപാടിയുണ്ട്, അല്ലാഹുക്ക് ഇഷ്ടമില്ല. പ്രാർത്ഥനയിൽ അതിരുവിടാൻ പാടില്ല. ഒരു സഹാബിയുടെ മകൻ പ്രാർത്ഥിക്കുന്നത് വാപ്പ കേൾക്കണം. സ്വർഗത്തിലെ ഓരോ സുഖങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം, അപ്പൊ എനിക്ക് സ്വർഗത്തിൽ അത് വേണം, സ്വർഗത്തിൽ ഇത് വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോ ബാപ്പ പറഞ്ഞ മോനെ അങ്ങനെ പ്രാർത്ഥിക്കല്ല. പ്രാർത്ഥന അതിരുവിടുന്ന ഒരു കൗമ് വരുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് അതാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ റബ്ബിനോട് ഫിർദൗസിനെ ചോദിച്ചോ, ഇതെല്ലാം ഉൾപ്പെട്ടല്ലോ. അതാണ് ശരിക്കൊരു രീതി. പിന്നെ അതിന് മാറി പ്രാർത്ഥന ചൂഷണമായി മാറിയപ്പോഴാണ് ആൾക്കാർക്ക് നേരെ പൈസ കൊടുക്കുമ്പോ അതിനൊരു ഒരു മുതലായി തോന്നലെങ്കിലും വേണം. അല്ല ഉസ്താദിനെ പരിക്ക് വിളിച്ചു കൊടുക്കുന്ന മൂപ്പര് നേരെ വന്നിട്ട് പിന്നാട്ട് വന്ന് ആരെങ്കിലും 500 ഉറുപ്പിക എടുക്കുമോ? അതിന് ഉസ്താദ് വിളിച്ചാൽ പോലെ. അപ്പൊ മൂപ്പര് അൽഫാത്തിയെ വിളിച്ച് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഒരു കുറെ നേരം എന്താണ് മൂപ്പരത്, എത്ര കൊടുത്താലും ഒരു നഷ്ടമില്ല. അതാണ് ഇപ്പൊ അതിരുവിട്ട പ്രാർത്ഥന പാടില്ല. സ്വകാര്യമായിട്ടാണ് പ്രാർത്ഥന. ഹസൻ ബസ്രി പറഞ്ഞു, സ്വഹാബിമാരൊക്കെ സ്വകാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലും പരസ്യമാക്കുന്നില്ല. സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമലും പരസ്യമാക്കി അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ എല്ലാ അമലും സ്വകാര്യമായി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണ്, ഇതൊരു അമലാണ്, ഇത് സ്വകാര്യം ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ എല്ലാവരും അറിയാം. നിസ്കരിക്കാൻ പള്ളിക്ക് വരിക സ്വകാര്യമായി ചെയ്യാൻ കഴിയില്ല. ഹജ്ജിനും ഉംറയ്ക്ക് പോകാം സ്വകാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നോമ്പ് നോൽക്കൽ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ അമലാണ്. ദിക്ർ ദുആ തസ്ബീഹുകൾ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ അമലാണ്. സ്വതക്ക കുറെയൊക്കെ സ്വകാര്യമാക്കാൻ പറ്റുന്ന അമലാണ്. സുന്നത്തസ്കാരങ്ങൾ സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പൊ സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമലും പരസ്യമാവൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഹസൻ ബസ്രി 500ഓളം സഹാബിമാരെ കണ്ട് അവരിൽ നിന്ന് ദീനു പഠിച്ച താബിഈയാണ്. 110 ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് വഫാത്താകുന്നത്. അദ്ദേഹത്തിന്റെ പള്ളിയിൽ ചില മനുഷ്യന്മാരെ ദുആഇനപ്പോ അല്പം ശബ്ദം കൂടി. ഒരു ശബ്ദം കൂട്ടിയതല്ല, ദുആഇനപ്പോ കണ്ട് അറിയാതെ ഒച്ച കൂടി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, വലഖദ് കാനൽ മുസ്ലിമൂന യജ്തഹിദൂന ഫി ദുആ വലാ യസ്മഉ ലഹും സൗത്തുൻ ഇൻ ഹുവ ഇല്ലൽ ഹംസു ബൈനഹും വബൈന റബ്ബിഹിം. സ്വഹാബിമാരൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അവരൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉയരുമായിരുന്നില്ല. അവരുടെ പ്രാർത്ഥന അവരും പടച്ചറബുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളായിരുന്നു എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതാണ് ശരിയായ നിലപാടെടുത്തത്. ഇമാം അബൂ ഹയ്യാൻ അൽ ഉൻദുസി റഹിമഹുള്ളാഹിയുടെ തഫ്സീർ ബഹ്റുൽ മുഹീത്തിൽ സൂറത്ത് അറാഫിലെ ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അതിന് ഈ സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട്. ഹസൻ ബസ്രി ഇങ്ങനെ പറഞ്ഞു എന്ന ഈ സംഭവം എടുത്തു കൊടുത്തിട്ട് അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹ് പറയാണ്, വലൗ ആശൽ ഹസനു ഇലാ ഹാദ സമാനിൽ അജീബ്. അത്ഭുതകരമായ ഈ കാലത്തൊക്കെ ഹസൻ ബസ്രി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹമൊക്കെ പറയാം. അന്ന് ആൾക്കാർ ദുആഇനപ്പോ ദേശം സൗണ്ട് കൂടിയപ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പറയുക എന്ന് 700 കൊല്ലം മുമ്പ് എഴുതിച്ചാണ്. അപ്പൊ എന്താ അന്നത്തെ പ്രത്യേകത? അദ്ദേഹം ഇപ്പൊ ചില മനുഷ്യന്മാര് ഇവിടൊക്കെ വന്നിട്ടുണ്ട്. അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹ് സ്പെയിനുകാരനാണ്, 700 കൊല്ലം മുമ്പേ ജീവിച്ചാണ്. അന്ന് അദ്ദേഹം ഇപ്പൊ ചില ആളുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, മശായിഖന്മാരാണ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്, ഷെയ്ഖുനാന്ന് പേരിട്ടുകൊണ്ട് ചില ആൾക്കാർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകളെ കണ്ണിൽ മേന്മയുടെ വേഷമായി അറിയപ്പെട്ട വസ്ത്രമാണ് അവർ ധരിക്കുക.
എല്ലാവരും ഇടുന്ന തുണിപ്പായ അവർക്ക് ബാധിച്ച പ്രത്യേക വേഷം ഉണ്ടാവും. അപ്പോഴാണ് ആൾക്കാർ പോലെ ശ്രദ്ധിക്കുള്ളൂ. പോലെ ജോലിക്കൊന്നും പോകില്ല, നയിച്ചാൽ തയ്യാറില്ല. അങ്ങനത്തെ ചില മനുഷ്യന്മാർ ഇപ്പണ്ട്. അവര് പള്ളികളിലോ പ്രത്യേകമായ ഒരു കേന്ദ്രങ്ങളിലോ അവരങ്ങനെ ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നു. ആളുകൾ അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് അവർ ജനങ്ങൾ വരികയും ഓലെ കൈ ഇങ്ങനെ ചുംബിക്കാൻ വേണ്ടി നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ചില ആളുകൾ ഇപ്പോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർക്കാണെങ്കിൽ കുറെ ശിഷ്യന്മാരവർക്ക് ഒരുപാട് മുരീദന്മാരുണ്ട്. അവർക്ക് ആ മുരീദന്മാരുടെ പണി യറൗനലഹും കറാമാത്തിൻ യുരീബുനഹും കറാമാത്തിൻ വയറൗനലഹും മനാമാത്തിൻ. ആ ശിഷ്യന്മാര് അവരുടെ കറാമത്തുകൾ പ്രചരിപ്പിക്കുന്നു. അവരുടെ കറാമത്തുകളെ ഈ ശിഷ്യന്മാർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യുരീബുനഹും കറാമാത്തിൻ, ശൈഖിന്റെ കറാമത്തുകളെ ശിഷ്യന്മാർ പ്രചരിപ്പിക്കും. വയറൗനലഹും മനാമാത്തിൻ, ശൈഖിന് വേണ്ടി ശിഷ്യന്മാർ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ കിതാബ് കാണാം, എന്നിട്ട് ഓരോ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കുക. ഉസ്താദിനെ കറാമത്ത് വരെ ഇങ്ങനെ പ്രചരിപ്പിക്കും. ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാർ ഇപ്പം ഉണ്ട്. ഇതൊക്കെ ഹസൻ ബസ്രി ഇന്നുണ്ടെങ്കിൽ എന്താ പറയാ? ഇന്നുള്ള ശൈഖന്മാരൊന്നും ഇപ്പം അന്നില്ല. അപ്പൊ ഇന്ന് പോലെ കണ്ട എന്താ പറയാ, തച്ചാട്ടപ്പെടുത്തി. ഇത് 700 കൊല്ലം മുമ്പ് എഴുതിച്ച അദ്ദേഹം പറയാം, എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ മനുഷ്യന്മാർക്കും ആൾക്കാരെ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, ഇവർക്കും നേർച്ച നേടുന്നുണ്ടല്ലോ, ഇവർക്കും വഖഫ് ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. എന്നിട്ട് ഈ ശൈഖന്മാരെ പണി ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായ ദിക്ർ ഉണ്ടാക്കി കൊടുക്കും. യുറത്തിബുനഹും അദ്കാർ, ജനങ്ങൾക്ക് ഒരു ദിക്ർ ഉണ്ടാക്കി കൊടുക്കുന്നു. ലം യഅതി ബിഹാ കിതാബുൻ മുനസ്സലുൻ വലാ നബിയ്യുൻ മുർസലുൻ. അല്ലാഹു തആല ഭൂമിക്ക് ഇറക്കിയ ഒരു കിതാബിലും ഈ ദിക്ർ കാണൂല. ലോകത്ത് വന്ന ഒരൊറ്റ റസൂലും ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ദിക്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഒരു നബിക്കും പരിചയമില്ലാത്ത, പടച്ചോനിറക്കിയ ഒരു കിതാബിലും പറയാത്ത ദിക്ർ ഇവരെ വക ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. ഇവരെ അധികമൊന്നും സംസാരിക്കില്ല, അധികം സംസാരിക്കില്ല. ഒരിങ്ങനെ പ്രത്യേകമായ ഭക്തി പ്രകടിപ്പിച്ചു കൊടുക്കുകയിരിക്കും. ഇതൊക്കെ ഹസൻ ബസ്രി ഇന്നുണ്ടെങ്കിൽ എന്തു പറയുമായിരുന്നു എന്നാണ് അന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിരുവിട്ട പ്രാർത്ഥനകളായിട്ടാണ് അവരൊക്കെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അതല്ല വേണ്ടത്. നബിതങ്ങൾ പറഞ്ഞ നബിയുടെ പ്രത്യേകത, എനിക്ക് ജവാമിഉൽ കരീം നൽകപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്ന പദങ്ങൾ പ്രയോഗിക്കൽ അത് നബിന്റെ പ്രത്യേകത. ഇപ്പൊ നബിന്റെ ദുആക്ക് അങ്ങനെയാണ്. ഒക്കെ ഒരു അരവരി, ഒരു വരി, 1.5 വരി, 2 വരിയൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന അങ്ങനത്തെ ഒരു ദുആ പോലും ഉണ്ടാവില്ല. കുറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉൾക്കൊള്ളുന്ന, ആശയം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ, അതാണ് നബിതങ്ങൾ പഠിപ്പിച്ച രീതികൾ. അതാണ് നമ്മളും ശീലിച്ചു വരേണ്ടത്. നമുക്ക് ചില ഇങ്ങനെ ഈ കാട്ടിക്കുട്ടൽ കാണുമ്പോഴാണ് അപ്പോഴെ ദുആ ആവുള്ളൂ തോന്നുന്നത്. അപ്പൊ മരിച്ചോടത്ത് പോയത് ഓർക്കണം. നബിതങ്ങൾ ഒരു മരിച്ച വീട്ടിൽ വന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂ സലമ നബിതങ്ങൾ വന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി സലമ വറഫദതു ഫിൽ മഹ്ദി, പഠിച്ച അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ, സ്ഥാനം വർദ്ധിപ്പിക്കണേ, ഏറ്റവും നല്ല പിൻഗാമിയെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞു. നബി ദുആ. നമ്മൾ മരിച്ച വീട്ടിൽ ഒരു ഉസ്താദ് വന്നിട്ട് അത് വാർത്ത വരുന്നു പോയാലോ അപ്പൊ ഇത് ദുആ കൂട്ടൂല. വിവാഹത്തിൽ ചെന്നാൽ നബി പ്രാർത്ഥിക്കുന്നുണ്ട്, ബറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഇതെല്ലാം കിട്ടി, ആവശ്യമെല്ലാം ഉണ്ട്. അത് മാത്രം ദുആയിരുന്നാലോ ദുആയിട്ട് പരിഗണിക്കൂല. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ അൽഫാത്തിഹയെ വിളിച്ച് ഒരു അരമണിക്കൂറാണ്ട് ശ്വാസം വിടാതെ എന്തൊക്കെയോ നുള്ളി പൊടിക്കാൻ പറഞ്ഞു പോകുമ്പോൾ അത് ഭയങ്കര ഒരു പ്രാർത്ഥനയായിട്ട് കണക്കാക്കി പോവാം. അതൊന്നും ശരിയല്ല എന്ന് കൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. വെള്ളിയാഴ്ച ജുമുഅയും പെരുന്നാളും ഒപ്പം വന്നാൽ അവിടെ ജുമുഅ നിർബന്ധമുണ്ടോ ഇല്ലേ എന്ന വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയ അൽഹംദുലില്ലാഹ് സജീവമാണ്. മനുഷ്യന്മാർക്ക് ആ ഫത്വ, ആ ഒരു വിഷയം പഠിക്കാൻ അതൊരു
അവസരമായി മാറി. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നടത്തിയ ഇതേ ചോദ്യത്തിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നടത്തിയത് ഇവിടെ ആരോട് ചോദിച്ചു, ആ ചോദിച്ചു പറഞ്ഞ ഉത്തരമായിരുന്നു അത്. തർക്കമില്ലാത്ത വിധം 5-6 ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഏതെങ്കിലും ഒരു ഹദീസ് വന്ന ഒരു പദപ്രയോഗം മാത്രമൊന്നുമല്ല, വ്യത്യസ്തമായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. 1-2 ഞാൻ പറയാം. ഏതെന്നാലും ആ ചർച്ച വന്ന സ്ഥിതിക്ക് നമുക്ക് ആ വിഷയം പഠിക്കാൻ ഒരു അവസരമാണ്. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു മുആവിയ ഇബ്നു അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഹൽ ശഹീദത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ വാഹിദ്. ഒരു ദിവസം 2 ഈദുകൾ സംഗമിച്ചതിന് നബിയോടൊപ്പം നീ സാക്ഷിയായിട്ടുണ്ടോ എന്ന് അബൂ സുഫിയാൻ ചോദിക്കുന്നു സയ്യിദ് ഇബ്നു അർഖമിനോട്. അപ്പോൾ സയ്യിദ് ഇബ്നു അർഖം പറഞ്ഞു, നഅം, അതെ, ഞാൻ നബിയോടൊപ്പം അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ചു, കൈഫ സ്വനഅ, അന്ന് നബി എങ്ങനെ ചെയ്തു ചോദിച്ചു. 2 ഈദാണ്, ജുമുഅയും പെരുന്നാളും. ഒരു ദിവസം 2ഉം കൂടെ സംഗമിച്ചപ്പോൾ നബി എന്താണ് എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ സയ്യിദ് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വല്ലൽ ഈദ, നബി ഞങ്ങൾ ഈദ് നിസ്കരിച്ചു, പെരുന്നാൾ നിസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅത്തി, എന്ന് ജുമുഅയുടെ വിഷയത്തിൽ നബി ഞങ്ങൾ ഇളവ് നൽകി. ഫഖാല, ഇളവ് നൽകിക്കൊണ്ട് നബി ഞങ്ങൾ പറഞ്ഞു, മൻ ശാഅ യുസല്ലിയ ഫൽയുസല്ലി, ജുമുഅ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് നബി പറഞ്ഞു, ഇളവ് തന്നു. അവിടെ ദൂരത്തിൽ നിന്ന് വരുന്ന മനുഷ്യന്മാരെന്നോ നാട്ടിലേക്കില്ലാന്നോ അതൊന്നും ഇല്ല. നബി ഞങ്ങളെയും കൂട്ടി പെരുന്നാൾ നിസ്കരിച്ചു എന്ന് നബി ഇളവ് തന്നിട്ട് പറഞ്ഞു, ഇനി ഉദ്ദേശിക്കുന്നവർ ജുമുഅ നിസ്കരിക്കട്ടെ. ഇമാം അഹ്മദ്, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ദാരിമി, ഹാക്കിം എന്നിവയെല്ലാം മുദ്രിച്ച സ്വഹീഹായ ഹദീസാണ് അത്. രണ്ടാമത് മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാനി, ഇന്ന് നിങ്ങളുടെ ഈ ദിവസത്തിൽ 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു, പെരുന്നാളും ജുമുഅയും. അതിനാൽ ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅത്തി, ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ജുമുഅയ്ക്ക് പകരം ഇത് മതിയാകുന്നതാണ്. വ ഇന്നാ മുജമ്മിഊൻ, നാം ഇവിടെ ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട്. ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട്, പക്ഷെ ആവശ്യമുള്ളവർ വന്നാൽ മതി, അല്ലാത്തവർക്ക് ഈ പെരുന്നാൾ നിസ്കാരം മതിയാകും എന്ന് പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞുവെന്ന് അബൂ ഹുറൈറ പറയുന്നു. ഇമാം ഹാക്കിം, അബൂദാവൂദ്, ഇബ്നു മാജ, ബൈഹഖി എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ഇജ്തമഅ ഈദാനി ഫീ യൗമികും ഹാദാ, നബി തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിട്ട് പറഞ്ഞു, ഈ ദിവസം 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു. അതിനാൽ ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅ, ഉദ്ദേശിക്കുന്നവർക്ക് ജുമുഅയ്ക്ക് പകരം ഇത് മതി. വ ഇന്നാ മുജമ്മിഊൻ ഇൻഷാ അല്ലാഹ്, ഞങ്ങൾ ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് നബി പറഞ്ഞു. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. നാലാമത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അബൂ ഉബൈദ് മൗല ഇബ്നു അസ്ഹർ, ഇബ്നു അസ്ഹറിന്റെ മൗലയായ അബൂ ഉബൈദ് പറയുന്നു, ഖാല അബൂ ഉബൈദ്, അബൂ ഉബൈദ് പറഞ്ഞു, ഷഹീദുൽ ഈദൈനി മഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ അഫ്ഫാന്റെ കൂടെ ഞാൻ 2 ഈദുകൾക്ക് സാക്ഷിയായി. അത് പെരുന്നാളും ജുമുഅയും ഒന്നിച്ചു വന്ന ദിവസം, അത് ഉസ്മാൻ അഫ്ഫാനാണ് ഖലീഫ അക്കാലത്ത്, ഞാനത് സാക്ഷിയായി. വകാന ദാലിക യൗമൽ ജുമുഅ, അത് വെള്ളിയാഴ്ചയായി. ഫസല്ല ഖബ്ല ഖുത്ബത്തി സുമ്മ ഖതബ, പെരുന്നാളിന് അദ്ദേഹം ആദ്യം നിസ്കരിച്ചു, പിന്നീട് ഖുത്ബ നിർവഹിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാനി, അല്ലയോ ജനങ്ങളെ, ഇന്ന് 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു. ഫമൻ അഹബ്ബ അൻ യന്തദിർ ജുമുഅത, ജുമുഅ കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, മിൻ അഹ്ലിൽ അവാലി, പ്രാന്തപ്രദേശങ്ങളൊക്കെ വന്ന ആളുകൾ ജുമുഅ കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയന്തദിർ, കാത്തിരിക്കട്ടെ. വമൻ അഹബ്ബ അൻ യർജിഅ, ആരെങ്കിലും മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഖദ് അദിൻതു ലഹു, ഞാൻ അവന് സമ്മതം കൊടുത്തിരിക്കുന്നു. ജുമുഅയ്ക്ക് വരാതെ ഇനി പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ സമ്മതം തന്നു, അല്ല കാത്തിരിക്കുന്നുവെങ്കിൽ കാത്തിരുന്നോട്ടെ എന്ന് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി 5572 നമ്പറായി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകളും സ്വഹാബത്തിന്റെ അധ്യാപനവുമെല്ലാം വന്ന വിഷയമാണ് ഇത്.
അത് നമ്മൾ വളരെ ഒരു ക്ലാസ് മാത്രം പറഞ്ഞു പോയ ഒരു ഒറ്റ വാക്കോ ഒരു അബദ്ധം പറ്റിയതോ ഒന്നുമല്ല. എന്നാൽ ഷാഫി മദ്ഹബിൽ വെള്ളിയാഴ്ചയും ജുമുഅയും ഒപ്പം വന്നാലും പെരുന്നാളും ഒപ്പം വന്നാലും രണ്ടും നിർബന്ധമാണ്. അതിന് കാരണം ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന പ്രകാരം ഖുർആനിൽ വന്ന നിയമത്തെ മാറ്റാൻ ഹദീസ് കൊണ്ട് മതിയാവുകയില്ല എന്നാണ് ഷാഫി അസ്സൽ. അപ്പൊ ജുമുഅ ഫർളാണ് എന്നുള്ളത് ഖുർആനാണ്. ഈ ഘട്ടത്തിൽ ഒരു ജുമുഅ നിർബന്ധമില്ല എന്നത് ഹദീസാണ്. അപ്പൊ ഖുർആനിൽ വന്ന ഹുക്മിനെ ദുർബലപ്പെടുത്തുവാൻ ഹദീസ് മതിയാവില്ല, ഖുർആൻ തന്നെ വേണം, അല്ലെങ്കിൽ മുതവാത്തിർ വേണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് പോരാ ഈ വിഷയത്തിൽ തെളിവായി പിടിക്കാൻ എന്ന ഷാഫി മദ്ഹബിന്റെ അസ്ൽ പ്രകാരമാണ് ഷാഫി മദ്ഹബിൽ ഇങ്ങനെ വന്നാലും ജുമുഅ നിർബന്ധമാണ് എന്ന് വന്നത്. അപ്പൊ പിന്നെ ഈ ഹദീസ് എന്ത് ചെയ്യും? ഹദീസ് സ്വഹീഹാണ്, നബി ഇമാം അടക്കം ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പഠിപ്പിച്ച ആളാണ്. അപ്പൊ ഈ ഹദീസ് എന്ത് ചെയ്യും? അതിന് അവർ പറഞ്ഞു ന്യായമാണ് ഈ ഹദീസ്. ഉസ്മാൻ അഫ്ഫാന്റെ ഈ പ്രവൃത്തി, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അവാരി പ്രാന്തപ്രദേശത്തുകാർ ഓല് വേണമെങ്കിൽ കാത്തു നോട്ടല്ലി പൊയ്ക്കോട്ടാണല്ലോ. അപ്പൊ അത് എല്ലാവർക്കും ഉള്ളതല്ലാതെ ഇത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഷാഫി മദ്ഹബുകാർ എത്തിയിരിക്കുന്നത്. എന്നാൽ അപ്പൊ ഇതിപ്പം ഈ സംസാരിച്ച ഉസ്താദ്മാർ പറഞ്ഞു വെച്ചാൽ അത് ദൂരെ വളരെ ദൂരത്തിൽ വരുന്ന ആളുകളാണ്, ഓർക്ക് പിന്നെ ജുമുഅ നിർബന്ധം മുസാഫിറാണെന്നൊക്കെയാണ്. ഷാഫി മദ്ഹബ് പ്രകാരം മുസാഫിർ ആകണമെങ്കിൽ 82 മൈൽ വേണം. അപ്പൊ 130 കിലോമീറ്റർ ഉള്ള ആൾക്ക് യാത്രക്കാരന് ഷാഫി മദ്ഹബ് അനുസരിച്ച് പറയുള്ളൂ. 130 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഏതായാലും ഒരാൾ ജുമുഅയ്ക്കും പെരുന്നാൾക്കും ഉറപ്പല്ല. നബിയുടെ കാലത്ത് മദീനത്ത് പെരുന്നാൾ നിസ്കാരത്തിൽ 130 കിലോമീറ്റർ അപ്പുറത്തെ യാത്ര ചെയ്തിട്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു ദിവസത്തെ യാത്രയാണ് യാത്ര. ഒരു രാവും പകലുമുള്ള യാത്രക്ക് യാത്ര എന്ന് പറയുള്ളൂ. ആ യാത്രക്കാരനെ ജുമുഅ ഒഴിവാകും. ആ യാത്രക്കാരനെ എല്ലാ ഇളവും ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിൽ എങ്ങനെ വരിക? അപ്പൊ അങ്ങനത്തെ മുസാഫിറിനെ പറ്റി അല്ല വിഷയം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞു ജുമുഅ നിർബന്ധമില്ല. അവന് പെരുന്നാൾ നിസ്കാരത്തിൽ വന്നവരെ ജുമുഅ നിർബന്ധമില്ല. വന്ന നല്ല കാര്യം, സംശയമൊന്നുമില്ല. ജുമുഅയ്ക്ക് പങ്കെടുത്താൽ കൂടിയിട്ടും എല്ലാ നന്മയും ലഭിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ പള്ളിയായി സൗകര്യമായി വണ്ടിയുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. ആ കൂലി നമ്മൾ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നബിതങ്ങൾ നിർബന്ധമില്ലാതെ പറഞ്ഞ സംഗതി നമ്മൾ നിർബന്ധാക്കാൻ വകുപ്പുണ്ടോ? ഇവിടെ കാര്യം ഗൗരവമാണ്. ഇത് സുന്നി മുജാഹിദ് വിഷയമൊന്നുമില്ല. നബി പറയാ മൻ ശാഅ ഫൽയുസല്ലി, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് പറയാം. നിസ്കരിക്കാതെ മടങ്ങി പോവുകയാണെങ്കിൽ പെർമിഷൻ ഉണ്ട് എന്ന് ഉസ്മാൻ അഫ്ഫാൻ പ്രഖ്യാപിക്കാം. അപ്പൊ നബിതങ്ങൾ നിർബന്ധമില്ല എന്ന് പ്രത്യേകമായി ഇങ്ങനെ ഈ പ്രയോഗത്തിലൂടെ പഠിപ്പിച്ച ഒരു കാര്യം അല്ല, അത് നിർബന്ധമാണ് എന്ന് പറയാൻ എന്താ വകുപ്പുള്ളൂ? ഇപ്പൊ ഇന്നലെ ഒരു മുസ്ലിയാരിനെ വിളിച്ചു, ഇതിപ്പോ നിർബന്ധമില്ല പറഞ്ഞ ബുദ്ധിമുട്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നബി നിർബന്ധമില്ല പറഞ്ഞപ്പോ നമ്മൾ നിർബന്ധം ആക്കാൻ പറ്റുമോ ചോദിച്ചു. അല്ല, അതിപ്പോ നബി ആ കാലത്ത് പറഞ്ഞല്ലേ ഈ കാലത്ത് പറ്റുമോ? നബി ആ കാലത്ത് മാത്രമല്ലല്ലോ, നബി ഖിയാമത്ത് വരെ. അപ്പൊ അദ്ദേഹം അല്ല അങ്ങനെ പറഞ്ഞപ്പോ ആളുകളൊക്കെ ഇപ്പൊ ഇളവ് കിട്ടാൻ നിൽക്കല്ലേ, പിന്നെ ആളുകൾ ജുമുഅയ്ക്ക് വരൂലല്ലോ. ഇതിപ്പോ ഈ വഹി കൊടുത്ത അല്ലാഹ്ക്കറിയാലോ. ഈ സന്ദേശം നബിക്ക് വഹിയായി നൽകി അല്ലാഹ്ക്കറിയില്ലേ ഖിയാമത്ത് വരെ എന്തൊക്കെ നടക്കുന്നു. ഒരു സംഗതി നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണില്ല എന്നല്ല വിശ്വാസം തീരുമാനിക്കാം. ഇപ്പൊ തറാവീഹ് നിർബന്ധമില്ലാതെ ഇതിപ്പോ നമ്മളെ തറവിക്കൂട്ടില്ല. ഫർദിനേക്കാളും ആൾക്കാർ തറാവിക്കാൻ വരുന്നത്, നിർബന്ധമുള്ള ഫർദിനേക്കാൾ ഏറെ നിർബന്ധമില്ലാത്ത തറാവിക്ക് മനുഷ്യന്മാർ വരുന്നുണ്ട്. അപ്പൊ നിർബന്ധമില്ല പറഞ്ഞുകൂടി നന്മ മുടക്കരുതല്ല. നബിതങ്ങൾ പഠിപ്പിക്കാൻ നിർബന്ധമില്ല. മൻ ശാഅ, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് നബിതങ്ങൾ പറഞ്ഞ സംഗതിയെ അല്ല അത് പറ്റൂല, അത് നിർബന്ധതയാണ് എന്ന് പറയാൻ നമുക്ക് ഒപ്പില്ല. അപ്പൊ ജുമുഅ നിർബന്ധമാണ്. അപ്പൊ പിന്നെ പെരുന്നാൾ നിസ്കാരം സുന്നത്തേ ഉള്ളൂ എന്നാണ് ചില ന്യായങ്ങൾ പിന്നെ പറഞ്ഞത്. ശരിയാണ്, പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, ജുമുഅ നിർബന്ധമാണ്. അപ്പൊ പക്ഷെ പെരുന്നാളിൽ പങ്കെടുത്ത ആൾക്ക് കിട്ടിയ ഇളവാണ്, പെരുന്നാളിൽ പങ്കെടുത്ത ആൾക്ക് കൊടുക്കുന്ന ഇളവാണ്. ഇനി അയാൾ ജുമുഅയിൽ പങ്കെടുക്കേണ്ടതില്ല. അയാൾ ദുഹ്ർ നിസ്കരിക്കണോ? നിസ്കരിക്കണമെന്നാണ് പ്രബലാഭിപ്രായം. എന്നാൽ അതിന് പോലും പറഞ്ഞവരുണ്ട്, ദുഹ്ർ നിസ്കാരത്തിന് പോലും വേണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അഭിപ്രായം അത്ര പ്രബലമല്ല. താബിഈയായ അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച പെരുന്നാളും ജുമുഅ ഒപ്പം വന്നാൽ ഓരോ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദുഹ്ർ നിസ്കരിക്കണ്ട. കാരണം വെള്ളിയാഴ്ച ദുഹ്റില്ല, വെള്ളിയാഴ്ച ഉള്ളത് പെരുന്നാളാണ്, ജുമുഅയാണ്. ആ ജുമുഅ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ദുഹ്ർ ചെല്ലും. ഒരാ പെരുന്നാൾ നിസ്കാരം മദീനാണ് അത്താ ഇബ്നു അബീ റബാഹിന്റെ അഭിപ്രായം. ഷാ അഭിപ്രായം
അത്ര എല്ലാവരും അംഗീകരിച്ചു പോകുന്ന അഭിപ്രായമല്ല. അത് അങ്ങനെ പറയാൻ നമുക്ക് ന്യായമില്ല എന്നുകൊണ്ട് തന്നെയാണ്. അബൂ ഹനീഫ ഇമാം പറഞ്ഞു ഒരു പെരുന്നാൾ നിർബന്ധമാണ്, ജുമുഅ നിർബന്ധമാണ്, ഒക്കെ നിർബന്ധമാണ്. അപ്പൊ ളുഹർ നിസ്കരിക്കാം, ളുഹർ എവിടെ നിസ്കരിക്കാം? മുട്ട് നിസ്കരിക്കാം. അപ്പൊ ജുമുഅ ഉള്ള പള്ളിയാണ് ജുമുഅ നടക്കണം. ജുമുഅ ഇല്ലാത്ത പള്ളിക്ക് ബാങ്ക് കൊടുത്ത് ളുഹർ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. ജുമുഅ സംഘടിപ്പിക്കണം. നാം ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് അന്ന് ബാങ്ക് വിളിക്കേണ്ടത് ജുമുഅയ്ക്കാണ്. അപ്പൊ ജുമുഅ ഉള്ള പള്ളിയിൽ ബാങ്ക് വിളിച്ച് ജുമുഅയാണ് നടക്കേണ്ടത്. ഓരോ വ്യക്തിക്കും ആ ജുമുഅയിൽ പങ്കെടുക്കാൻ നിർബന്ധമുണ്ടോ? ഇല്ല. ജുമുഅ നടക്കുന്ന നിർബന്ധമുണ്ട്. അപ്പൊ കമ്മിറ്റികൾക്ക് ബാധ്യത ഉണ്ടാവും, ഖതീബിന് ഇമാമ നിർബന്ധം ബാധ്യത ഉണ്ടാവും. ഞാൻ ഇമാമെ വേറെ ഇമാമിനെ ഏൽപ്പിച്ചു മതി, അത് മതി, നടക്കുന്നുണ്ട് എന്ന് ഉറപ്പെടുത്തണം. അവിടെ എല്ലാവരും വരൽ അവർക്ക് നിർബന്ധമില്ല. ജുമുഅ ഇല്ലാത്തൊരു പള്ളിക്ക് സാധാരണ ളുഹർക്ക് ബാങ്ക് കൊടുത്തിട്ട് ളുഹർ ജമാഅത്തോടെ നടത്താൻ പറ്റുമോ? ഇല്ല. അന്ന് നടത്തുകയാണെങ്കിൽ ജുമുഅയാണ് നടത്തപ്പോൾ വീട്ടിൽ ളുഹർ നിസ്കരിച്ചാൽ മതി. അതാണ് അവൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന പ്രകാരം ഓർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് ഉസ്താദുമാർ അത് പ്രശ്നമാക്കി മാറ്റി. പിന്നെ നമ്മൾ അടിക്കാൻ ചാൻസ് കിട്ടുകയാണല്ലോ. അതിനൊക്കെ അപ്പുറത്ത് ഞാൻ മനസ്സിലാക്കിയത് നമുക്കതിന് കുറച്ച് കൂലി കൊടുത്തിട്ടാനുള്ള ഒരു അവസരം എന്നാണ്. വലിയ മെനക്കെടുത്ത് കുറച്ച് കൂലി ഇട്ടാണ്. അപ്പൊ അതിന് മറ്റൊരു കാര്യം മനസ്സിലായി. നമ്മളിപ്പോഴാ ഞാൻ ഇപ്പൊ ഈ സംശയവാനൊക്കെ നമ്മൾ വിചാരിച്ചത് ഇപ്പൊ പഠിക്കുന്ന ചെറിയ ക്ലാസ് അല്ലേ സംഗതി പേരോട് ഉത്സവം കിട്ടും ഉത്സവം അല്ലെന്നില്ല. അത് നമ്മളിവിടെ ഒരു ക്യാമറ വാങ്ങിയത് മുതലായി, നമ്മൾ പരിപാടി മുതലായി. അപ്പൊ ക്യാമറ കുറച്ച് പൈസ ബാക്കിയുണ്ട്, അതേ കൊടുത്താളി. ക്യാമറ കുറച്ച് പൈസ കൊടുക്കാൻ ബാക്കി കൊടുത്താലൊക്കെ ലാഭമാണ്. മുതലായിട്ടൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കേണ്ടി മനസ്സിലായി. മാത്രം ഇതെന്ന് വെച്ചാൽ ഇപ്പോ മുമ്പേ പറഞ്ഞ പോലെ വിഷയമാണ്. ഹുസൈൻ സാഹിബിന്റെ പ്രസംഗം ഈ വിഷയത്തിൽ എത്ര വന്നു? പഴയ പ്രസംഗങ്ങളൊക്കെ വന്നു. റഹ്മത്തുള്ളാഹി ഖാസിന്റെ പ്രസംഗം വരെയപ്പോ വന്നു. നബി അന്ന് പറഞ്ഞത് അത് സ്വകാര്യമാണ്, മുണ്ടണ്ടാതെ, അത് സ്വകാര്യാണ്. അത് ശരിയാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആരെങ്കിലും ബലാക്കൊന്നും ഉദ്ദേശമായിരിക്കാം അദ്ദേഹത്തിന്. അപ്പൊ ഏതായിരുന്നാലും ഇത് അങ്ങനെ ഒരു ആക്ഷേപിക്കേണ്ട വിഷയമൊന്നുമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് ജുമുഅ നിർബന്ധമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അസ്ലാണ്. ആ അസ്ലിന് ശരിയല്ല, ആ അസ്ൽ തന്നെ ശരിയല്ല. ഖുർആനിൽ വന്ന നിയമത്തെ മാറ്റാൻ ഹദീസ് പറഞ്ഞാൽ മതിയാവുകയില്ല എന്ന അസ്ലാണ്. ആ അസ്ല് പറ്റൂല. ഖുർആനും ഹദീസും പ്രമാണം എന്ന നിലയ്ക്ക് ഒരുപോലെയാണ്. ഷാഫി മദ്ഹബിൽ പറയാൻ കാരണം ഖുർആനും ഹദീസും പ്രമാണമാണെങ്കിലും ഖുർആന് ബലം കൂടുതലാണ്, ഹദീസിന് ഖുർആനേക്കാളും ബലം കുറവാണ്. അപ്പൊ ബലം കൂടിയ ഒന്നിനെ മാറ്റാൻ ബലം കുറഞ്ഞ ഒന്നുകൊണ്ട് പറ്റുകയില്ല എന്ന തത്വമാണ് ഷാഫി മദ്ഹബിൽ സ്വീകരിച്ചു പോകുന്നത്. പക്ഷെ പ്രമാണം എന്ന ബലം രണ്ടിനും ഒരുപോലെയുണ്ട്. ഖുർആനും ആ ബലമുണ്ട്, ഹദീസിനും ആ ബലമുണ്ട്. സ്ഥാനമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ മദ്ഹബുകാരും പറഞ്ഞത് ഖുർആനിൽ വന്ന ഹുക്മിനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യാനും തഖ്സീസ് ചെയ്യാനും ഒക്കെ പറ്റും തന്നെയാണ്. ആര് പറഞ്ഞിട്ടില്ലെങ്കിലും അത് തന്നെയാണ് ശരിയായ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമ്മൾ പറഞ്ഞു, ഒരു ഹദീസ് അല്ല, നബിതങ്ങൾ തന്നെ പറഞ്ഞ മൂന്നെണ്ണം നമ്മൾ തിരിച്ചു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞ ഒന്നും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം പഠിപ്പിക്കുന്ന ആശയമാണ്. ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കാം, നിസ്കരിച്ച നല്ല കാര്യം, ജുമുഅയ്ക്ക് വന്ന നല്ല കാര്യം, അതിന്റെ കൂലി കിട്ടും, എല്ലാ ഖൈറും ലഭിക്കും. ഒരാൾ ജുമുഅയ്ക്ക് വന്നില്ല, അവനോട് നിർബന്ധം ഒഴിവാക്കി, ഫർദ് ഒഴിവാക്കി എന്ന് പറഞ്ഞവനെ ആക്ഷേപിക്കാൻ നമുക്ക് വകുപ്പില്ല. വല്ലാഹു അഅലം. ജുമുഅ ളുഹർ ചുരുക്കി ജുമുഅ ആക്കിയതല്ല. ളുഹർ നിസ്കാരം 4 ഉള്ളത് 2 ചുരുക്കിയിട്ട് 2 ഖുത്ബയും 2 റക്അത്തും എന്ന് മാറ്റിയതല്ല. തഖവ്വു മഖാം റക്അത്തൈൻ മിന ഫർദി എന്നുള്ള അതല്ല. മാറ്റം മാശ്രവിളി പറയും അല്ല, ഖുത്ബത്ത് തഖവ്വു മഖാം റക്അത്തൈൻ മിന ഫർദി 2 റക്അത്തിന് സ്ഥാനത്താണ് ഖുത്ബ ഉള്ളത് അല്ല. ജുമുഅ സ്വതന്ത്രമായ നിസ്കാരമാണ്. ളുഹർ സ്വതന്ത്രമായ നിസ്കാരമാണ്, ജുമുഅ സ്വതന്ത്രമായ മറ്റൊരു നിസ്കാരമാണ്. അയാൾ ളുഹർ ചുരുക്കിയിട്ട് ജുമുഅ ആക്കിയതല്ല. വെള്ളിയാഴ്ച ജുമുഅയാണ് ഉള്ളത്, അന്ന് ളുഹർ അല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഇമാം അത്വാ പറഞ്ഞത് ജുമുഅ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ളുഹർ നിർബന്ധമില്ല എന്ന് ഇമാം അത്വാ പറയാൻ കാരണം അതാണ്. കാരണം ളുഹർ ഇല്ല എന്ന തത്വപ്രകാരം. അപ്പൊ ഏതെന്നാലും ളുഹറിന് 2 സ്ഥാനം 2 റക്അത്ത് ചുരുക്കി അത് ഖുത്ബയാക്കി മാറ്റി അങ്ങനെ സ്ഥാപിച്ചതല്ല വെള്ളിയാഴ്ച ജുമുഅ. ഇനി ജുമുഅയുടെ സമയം എപ്പോഴാണ്?
അതിന് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 10 മണിക്കും 10:30ക്കും 11:00ക്കൊക്കെ ജുമ നടത്തുന്ന ചില പ്രദേശങ്ങൾ ലോകത്തുണ്ട്. ശരിയാണ്. ജുമയുടെ സമയം എപ്പോഴാണ്? ഭൂരിപക്ഷ പണ്ഡിതന്മാരും വീക്ഷണ പ്രകാരം ളുഹറിന്റെ സമയമാണ് ജുമയുടെയും സമയം. അപ്പൊ ളുഹർ ബാങ്കിന്റെ സമയം മുതൽ അസ്ർ വരെയുള്ള സമയത്തിനിടയ്ക്ക് എപ്പോഴും ജുമ നിസ്കരിക്കാം. 12:30 ആയിക്കോളൊന്നുമില്ല, 2:30 ജുമ നിസ്കരിച്ചാലും ഒരു കുഴപ്പമില്ല, 3:00 നിസ്കരിച്ചാലും കുഴപ്പമില്ല. ളുഹറിന്റെ സമയം ഏതാണോ ആ സമയം തന്നെയാണ് ജുമയുടെയും സമയം. എന്നാൽ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത് അല്ല, കുറച്ചുകൂടി ദുഹാ സമയമായാൽ തന്നെ ജുമ നിസ്കരിക്കാൻ വിരോധമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആ അഭിപ്രായത്തിൽ കൂടുതൽ പ്രബലം എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അത് പ്രകാരമാണ് അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ 10 മണിക്കോ 11:00ക്കോ ജുമ നിസ്കരിച്ചാൽ ആ ജുമ ശരിയാവില്ല എന്ന് പറയാൻ നമുക്ക് വകുപ്പൊന്നുമില്ല. പക്ഷെ പ്രബല അഭിപ്രായം ഭൂരിപക്ഷം ആളുകൾ സ്വീകരിച്ചു പോകുന്നതും ളുഹറിന്റെ സമയമാണ് ജുമയുടെയും സമയം എന്നാണ് നമ്മളൊക്കെ സ്വീകരിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലൊക്കെ ശീലിച്ചു പോകുന്നതും ആ ഒരു നിലപാടാണ്. അല്ലാഹു അക്ബർ. മൊത്തത്തിൽ പൊതുവായി പറയുമ്പോൾ ഷിയാക്കളെ മുസ്ലിമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഇസ്ലാമിനെ പുറത്തു പോയ മറ്റൊരു ഇസ്ലാമിന് പുറത്തുള്ള സംഘമായിട്ടല്ല കണക്കാക്കുക. ഇസ്ലാമിന് ഉള്ളിൽ പെട്ടെന്ന് അഹ്ലുസുന്നയല്ല പൊതുവായി മുസ്ലിമീങ്ങളായിട്ട് കണക്കാക്കുക. പിന്നെ എല്ലാ ഷിയാക്കളും ഒരുപോലെയല്ല. ഷിയാക്കളിൽ വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട്. 12 വിഭാഗങ്ങൾ ഷിയാക്കളുണ്ട്. ഒന്നുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ 23 വിഭാഗമാണ് ഷിയാക്കൾ. അപ്പൊ അങ്ങനെ ചിലപ്പോ സുന്നി മുജാഹിദ്, സുന്നി 1 മുജാഹിദ് 1, അപ്പോൾ 2 എണ്ണമായി. എന്നാ സുന്നി 4 മുജാഹിദ് 3 കൂട്ടിയാലോ 7 എണ്ണമായി എന്ന് പറഞ്ഞ പോലെ ഷിയാക്കൾ 12 ഗ്രൂപ്പാണെന്ന് പറയാം, 23 ഗ്രൂപ്പാണെന്നും പറയാം. ഇവർക്ക് എല്ലാവർക്കും ഒരേ വിശ്വാസങ്ങളല്ല. ആ വിശ്വാസത്തിനനുസരിച്ച് അവരോടുള്ള സമീപനത്തിലും മാറ്റമുണ്ടാവും. സഹാബിമാരെ കാഫിറാക്കുന്നവർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖത്താബിനെതിരായിട്ട് ലഅനത്ത് ശാപപ്രാർത്ഥന നടത്തുന്നവർ, ആയിഷ ബീവി കാഫിറാണെന്ന് പറയുന്നവർ, അവർ വ്യഭിചാരിണിയാണ് എന്ന് പറയുന്നവർ, അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബൊക്കെ വിഗ്രഹങ്ങളാണെന്ന് പറയുന്നവർ, ഇതൊക്കെയാണ് ഷിയാക്കളിലെ നല്ലൊരു വിഭാഗം ആളുകൾ. അത് കാഫിറാകുന്ന വർത്തമാനമാണ്. ആ വിശ്വാസങ്ങൾ, ആ വാക്കുകൾ പോലും മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകളാണ്. അത് പറഞ്ഞ ഒരാളെ പറ്റി ഓൻ കാഫിർ നമ്മൾ പറയില്ല, പക്ഷെ ആ കാര്യങ്ങൾ കുഫ്റാണെന്ന് പറയും. അത് പറഞ്ഞൊരാള് അയാൾ കാഫിറാകുന്നു എന്ന് പറയില്ല. അഹ്ലുസുന്നത ഒരു വ്യക്തിയെ കാഫിറാക്കില്ല. ഈ കാര്യം കുഫ്റാണ് എന്ന് പറയാം, ഈ കാര്യം ശിർക്കാണെന്ന് പറയാം. പക്ഷെ ഇപ്പൊ ആ കാര്യം തന്നെ ഒരാൾ വ്യക്തമായി പറഞ്ഞാലും ഓൻ കാഫിറാണ് പറയാൻ നമുക്ക് അവകാശമില്ല. അത് ഓനും പഠിച്ചവനും കൂടി തീരുമാനിക്കണം. അതുകൊണ്ടാണ് മൊത്തത്തിൽ മുസ്ലിമീങ്ങളായി അറിയപ്പെടുന്ന ആളുകൾ നിലയ്ക്ക് ഒരു മുസ്ലിമായി കണക്കാക്കുന്നത്. അതിപ്പോ സൗദി അറേബ്യക്ക് ഹജ്ജ് വിസ ഷിയാക്ക് കൊടുക്കുന്നുണ്ട്. ഖാദിയാനി അല്ലാത്ത എല്ലാവർക്കും ഹജ്ജിന് പെർമിഷൻ കൊടുക്കുന്നു, ഹജ്ജ് വിസ അടിച്ചു കൊടുക്കുന്നു. കാരണം ഒരു മുസ്ലിമായിട്ടാണ് പൊതുവെ കണക്കാക്കി പോകുന്നത്. പിന്നെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനിക്കാൻ പോലെ അങ്ങനെ ശക്തമായിട്ട് ഇത് പച്ചയായി പ്രഖ്യാപിക്കുകയും അത് പിന്നെ പ്രചരിപ്പിക്കുകയും അത് ആളെ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് തീരുമാനിക്കാന്നല്ലാതെ മൊത്തത്തിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുകയില്ല. അത് പൊതുവായി പറയാൻ ഒരു മുസ്ലിമീങ്ങളാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇറാന് അമേരിക്ക ഏറ്റുമുട്ടൽ കളി അമേരിക്ക ചെയ്തത് മഹാ തോന്നിവാസമാണെന്ന് എല്ലാവർക്കും അറിയാം. അന്യായമാണ്, അതിക്രമമാണ്, തോന്നിവാസമാണ്, ഒരു സംശയമില്ല. മറുഭാഗത്ത് ഇറാനോ ഒരു നല്ല കാര്യമായിട്ട് ഇസ്ലാമിന്റെ ആളുകളായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. ഇസ്ലാമിന് ഒരുപാട് പരിക്കുണ്ടാക്കിയ, അഹ്ലുസുന്നയെ ധാരാളമായി ആക്രമിച്ച, ലക്ഷക്കണക്കിന് സുന്നികളെ കൊന്നൊടുക്കിയ ടീമാണ് ഇറാനുകൾ. ഇറാൻ എന്ന രാഷ്ട്രം തന്നെ വന്നെങ്ങനെയാണ് അഹ്ലുസുന്നയെ മുഴുവൻ ഏറ്റുമുട്ടി തകർത്ത് തരിപ്പണമാക്കി ലക്ഷങ്ങളെ കൊന്നടക്കി അഹ്ലുസുന്നയുടെ മണ്ണ് കൈയടക്കി വെച്ചിട്ടാണ് ആ രാഷ്ട്രം ഉണ്ടായത്. അതുകൊണ്ടാണ് രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെ കൊല്ലുക എന്നുള്ളത് വലിയ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തോന്നിവാസമാണെങ്കിലും ഇവരെങ്ങനെ ഭരണാധികാരിയായി മാറി എന്നുള്ളത് അവിടെയും ഒരു വശമുണ്ട്. ന്യായമായ വഴിയിലല്ല അവര് ആ നാടുണ്ടായതും ആ നാട്ടിന്റെ ഭരണാധികാരിയായി മാറിയതും. എന്നാലും ആയിക്കോട്ടെ, ഭരണാധികാരി ആയല്ലോ, ഞാൻ തെറ്റായ വഴിക്കാണെങ്കിലും ഒരു നാളെ പിടിച്ചടക്കി ഭരണാധികാരം കയ്യിലായി, അതിന്റെ അധികാരികളായി മാറി
ആ ഒരു അംഗീകാരം കയറി വന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുക ഒരു മർദ്ദിതന്റെ ഒരു അവകാശം വകച്ചു കൊടുക്കാം. ഈ അന്യായങ്ങൾ നമുക്ക് വിധേയമാകുമ്പോൾ മർദ്ദിക്കപ്പെടുന്നവർ എന്നതിലേക്കുള്ള ഒരു ആനുകൂല്യം നമുക്ക് അവർക്ക് വെച്ചു കൊടുക്കാം. ഒരു രാജ്യത്തെ ഭരിക്കുന്ന ആളുകളിലേക്ക് അയാൾക്ക് ലഭിക്കേണ്ട ചില ബഹുമതികൾ, ചില ഹുർമത്തുകൾ അത് പാലിക്കപ്പെട്ടില്ല എന്ന് ഏറി വന്നാൽ പറയാം. അതിനപ്പുറത്ത് ഒരു ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാണ്, ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ശരിയായ ഇസ്ലാമിനെ തകർത്തവരും കിട്ടുന്ന എല്ലാ സന്ദർഭത്തിലും ദീനി പൊടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഷിയാക്കൾ. ഇന്നും ഷിയാക്കളുടെ മുഖ്യമായ ആഗ്രഹം മദീന പിടിച്ചടക്കി സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബിനെ ഖബർ അവിടുന്ന് മാന്തി ആ രണ്ട് മയ്യിത്ത് അവിടുന്ന് പുറത്തേക്ക് ഒഴിവാക്കണം എന്നാണ് അവിടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അവർ രണ്ടുപേരും കാഫിറാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അവിടെ കാഫിരീങ്ങളുടെ മയ്യിത്ത് അവിടെ മറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നബി തങ്ങളുടെ ഖബറിനടുത്ത് ആ രണ്ട് മയ്യിത്ത് വരാൻ പാടില്ല. അതിന് ആ ഖബർ അവിടുന്ന് മാറ്റിയേ പറ്റൂ. അതവിടെ ജീവിത അജണ്ടയാണ്. ചെറിയ പ്രായം മുതലേ മക്കളിൽ അങ്ങനെ വളർത്തുന്നത്. ചെറിയ കുട്ടികൾക്കടക്കം ചെറുപ്പത്തിലേ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ വലിയൊരു ഒരു ലക്ഷ്യമാണ്. ചരിത്രത്തിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മദീനത്ത് വന്ന് കൂടി വേഷം മാറി വലിയ മുത്തഖീങ്ങളും വലിയ ഇബാദത്തിൽ മുഴുകിയ ആളുകളുമായി അഭിനയിച്ച് മദീന പള്ളിയിൽ പകല് ഫുള്ള് ഖുർആൻ ഓതി നിസ്കരിച്ചിരുന്ന് ഭയങ്കര മുത്തഖീങ്ങളായ മനുഷ്യന്മാർ രാത്രി എല്ലാവരും കഴിഞ്ഞ് പള്ളിയൊക്കെ പൂട്ടി പോയാൽ ഇവര് പണിയെടുക്കും. അടിക്കൂടി മാന്തി തുരങ്കുണ്ടാക്കിയിട്ട് നബിയുടെ മയ്യത്ത് മോഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഒന്നിലേറെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് ഭൂമിയിൽ അടിക്കൂടി തുരങ്കുണ്ടാക്കി വരിക രാത്രി. ആ ഒരു ദിവസം പകല് ഓരൊക്കെ ഭയങ്കര ഉത്സാഹിച്ച് പഠിക്കുന്ന കുറവുണ്ടാവും. രാത്രി ഓരോ പണിതാണ്. അവസാനം ഭരണാധികാരി സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ തുടർന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ പിടികൂടിയ ചരിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഓരോ ആഗ്രഹം അതാണ്. ഒന്നുകിൽ നബിന്റെ മയ്യത്തോട് മാറ്റുക, അല്ലെങ്കിൽ ഈ രണ്ട് മയ്യത്തോട് മാറ്റുക. സ്വനമ ഖുറൈശി വിഗ്രഹങ്ങളാണ് രണ്ടെന്ന് അവർ പറഞ്ഞു. ഉസ്മാൻ അഫ്ഫാന്റെ മയ്യത്ത് ബഖീയിൽ നിന്ന് ഒഴിവാക്കുക, അതുപോലെ മറ്റൊരു ആഗ്രഹമാണ്. ഉസ്മാൻ അഫ്ഫാൻ ഓരോ കണക്കിന് കാഫിറാണ്. ബഖീഅ് മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനാണ്. അവിടെ ഉസ്മാൻ അഫ്ഫാനെ മറയാൻ പറ്റില്ല. ഉസ്മാൻ അഫ്ഫാൻ കൊല്ലപ്പെട്ട സമയത്ത് ഒരു മറയാൻ സമ്മതിച്ചിട്ടില്ല. അവിടെ ബഖീ എന്ന ഖബർസ്ഥാൻ സ്ഥലം വാങ്ങി വഖഫ് ചെയ്ത ആള് ഉസ്മാൻ അഫ്ഫാനാണ്. നബി തങ്ങൾ പറഞ്ഞു, ഈ സ്ഥലം വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞ ഞാൻ ചെയ്യാം. മൊത്തം പൈസ അദ്ദേഹം കൊടുത്ത് ആ സ്ഥലം അദ്ദേഹം വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ഖബർസ്ഥാനായിട്ട് അദ്ദേഹം വഖഫ് ചെയ്ത് കൊടുത്തു. ആ ബഖീയിൽ മറവ് ചെയ്യാൻ സമ്മതിച്ചു ഉസ്മാൻ അഫ്ഫാൻ. ബഖീന് പുറത്താ മറവ് ചെയ്തത്. ഉസ്മാൻ അഫ്ഫാൻ മയ്യത്ത് അന്ന് മറവ് ചെയ്തത് ബഖീന് പുറത്താണ്. പിന്നെ ബഖീ വികസിച്ചപ്പോഴാണ് ഖബറുള്ളതായത്. ബഖീ പിന്നെ ഓരോ കാലത്ത് പിന്നീട് സ്ഥലം തികയായപ്പോ പിന്നെ അതിന് അപ്പുറത്തപ്പുറത്ത് നീട്ടി കൊണ്ടപ്പോ ഈ ഖബറും കൂടി ഉള്ളതായി. ഷിയാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ഖബർ അവിടുന്ന് മാന്തിയിട്ട് മയ്യത്ത് അവിടുന്ന് ഒഴിവാക്കണം. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനം മറയാൻ പറ്റിയ ആളല്ല ഉസ്മാൻ അഫ്ഫാൻ. ഇതാണ് ഷിയാക്കൾ. അവിടെ ഒഴിഞ്ഞ് എന്ത് അശ്വതരായകൾ പ്രഖ്യാപിച്ചാലും ഷഹാദത്ത് പറഞ്ഞാലും അതിനൊന്നും പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല. തക്കം കിട്ടുമ്പോഴെല്ലാം ഇസ്ലാമെ തകർത്തവർ. മാത്രമല്ല ഖുർആൻ, ഈ ഖുർആൻ ശരിയല്ലാന്ന പോലെ വിശ്വാസം. ശരിയായ ഖുർആൻ 17,000 ആയത്തുണ്ടെന്നാണ്. ഈ ഖുർആൻ ഉസ്മാൻ അഫ്ഫാന്റെ വീട്ടില് സ്വകാര്യമായി കൂടി ഓൾക്ക് പറ്റാത്ത ആയത്തെല്ലാം കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കി എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഖുർആനാണ് ഇപ്പോഴുള്ള ഖുർആൻ. അലിയുടെ വീട്ടിൽ ഉപയോഗിച്ച ഖുർആൻ വേറെയാണ്. അത് 17,000 ആയത്തുള്ള ഖുർആനാണ്. ബാക്കി 11,000 കുറെ സിദ്ദീഖ് റളിയല്ലാഹു ഒഴിവാക്കി, കുറെ ഉമർ ഖത്താബ് ഒഴിവാക്കി, ബാക്കി ഉസ്മാൻ അഫ്ഫാൻ ഒഴിവാക്കി. റസൂൽ ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി വേറെ മുസാഫ് ആക്കിയിട്ട് ആളുകൾക്ക് ഇപ്പോൾ അയിമക്ക് കൊണ്ടുവന്നതാണ് എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. ഇത് ഷിയാക്കൾ ഏകദേശം സ്വീകരിച്ച ഈ വിഷയത്തിൽ. അതെ, അതുപോലെ ഹദീസിന്റെ വിഷയത്തിൽ ഒരു മഹാപുരുഷ സ്വീകരിക്കൂല. കാരണം ഈ സ്വഹാബികളൊക്കെ 10 കാഫിറായപ്പോഴാണ്. 10 താഴെ സ്വഹാബിമാർ മാത്രമാണ് അവരെ കണക്കിൽ മുസ്ലിമായി നിലക്കുന്നത്. ബാക്കി എല്ലാ സ്വഹാബികളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവിടെ ആ സ്വഹാബി നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. അവിടെ ആ ഹദീസ് ഒന്നും സ്വീകാര്യമല്ല, അവരുടെ കയ്യിലില്ല. അതാണ് ഉസ്മാൻ അഫ്ഫാൻ നശിപ്പിച്ചു പറഞ്ഞത്. ഇതന്നെ ഓതുന്നത്. പക്ഷെ ഓരോ വാദം എന്താണ്? ഉസ്മാൻ അഫ്ഫാൻ അന്ന് ചെയ്ത ഏറ്റവും വലിയ തട്ടിപ്പാണ് ഖുർആനിലൊക്കെ പാടെ വെട്ടിക്കളഞ്ഞു എന്നുള്ളത്. അവിടെ ആ ഉസ്മാൻ അഫ്ഫാൻ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെയും ജാഹിലിയത്തിനും ഇടയ്ക്കുള്ള ഇടക്കണ്ണിയായി വർത്തിച്ചതാണ് ഉസ്മാൻ എന്നാണ് അലി ശരീഅത്ത് എഴുതിച്ചത്. ഇസ്ലാമിന്റെയും ജാഹിലിയത്തിനും ഇടയിലുള്ള ഇടക്കണ്ണിയായിട്ട് വർത്തിച്ചാലാണ് ഉസ്മാൻ അഫ്ഫാൻ.
ആ ബുക്ക് ബുക്ക് രക്തസാക്ഷ്യം എന്ന പേര് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി IPH അത് പുറത്തിറക്കി കേരളത്തിൽ. അപ്പൊ ഇതാണ് ഷിയാക്കൾ. അതുകൊണ്ട് ആ ഷിയാക്കള് ഒന്ന് ഷഹീദ് പോട്ടെ, അതേതായാലും ഇല്ല. അതിനപ്പുറത്ത് അത് ദീനിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. ഏറി വന്നാൽ ഒരു പക്ഷെ മർദ്ദിതരാണ്, ആക്രമിക്കപ്പെട്ടവരാണ്. എല്ലാ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പച്ച തോന്നിയാസാണ് അവിടെ അമേരിക്ക ചെയ്ത്, ജൂതന്മാർ ചെയ്ത് എന്ന് നമുക്ക് പറയാം എന്നല്ലാതെ ഇത് മറുഭാഗം നമുക്ക് പുകഴ്ത്തി തൽക്കാലം അതൊന്നും പറഞ്ഞതല്ല, ഇപ്പോൾ ദീനിനു വേണ്ടി വെക്കല്ലേ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതിയെ അല്ലാതെ ആയിരിക്കാം. അത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കാലഘട്ടത്തിൽ യഹൂദികളും റാഫിദികളും നമ്മളെ ഏറ്റുമുട്ടല് ഇബ്നു തൈമിയ്യ പറഞ്ഞ പ്രയോഗം അതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ഷർറ് വേറെ ഷർറ് കൊണ്ടത് തടുത്തു വിചാരിച്ചാൽ മതിയാണ്. ഒരു ഷർറ് മറ്റൊരു ഷർറ് കൊണ്ടല്ല തടുത്തു, നമുക്ക് ആ ഷർറ് ബാധിക്കാതെ വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് കാവൽ തേടുക, ഇതാണ് ചെയ്യാനുള്ളത് എന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അന്ന് പ്രയോഗിച്ച പ്രയോഗം. റാഫിദികളും ഷിയാക്കളും യഹൂദികളുമായി ഏറ്റുമുട്ടുന്നതിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞ പ്രയോഗം അതാണ്. രണ്ടും ഷർറാണ്, ഒരു ഷർറ് അല്ല വേറെ ഷർറുണ്ട് തടുത്തു. ഇവിടെ കിട്ടിയ രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ഭർത്താവ് ഉമ്മയോടും ഭാര്യയോടും ദീനിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മ ഭാര്യയാണ്, ഭാര്യ ഭാര്യയാണ്. ഉമ്മയോട് പാലിക്കണം എല്ലാ മര്യാദയും പാലിക്കണം, ഭാര്യയോട് പാലിക്കണം എല്ലാ മര്യാദയും പാലിക്കണം. ഉമ്മാക്ക് വേണ്ടി ഭാര്യ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു നിലക്കും ഒത്തുപോകണമെങ്കിൽ ഉമ്മാക്കാണ് ഒന്നാം സ്ഥാനം. ആണിനെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനം ഉമ്മാക്കാണ്. ഭാര്യയേക്കാളേറെ അവന്റെ കാര്യത്തിൽ ഗുണകാംക്ഷി ഉമ്മയാണ്. ഭാര്യയേക്കാളേറെ അവന് കടപ്പാടുള്ളത് ഉമ്മയോടാണ്. ഭാര്യ തൊലാഖില്ലാൽ അന്യയായി മാറും, ഉമ്മാനെ ജീവിതത്തിൽ അന്യാക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഉമ്മ കാഫിറാണെങ്കിൽ പോലും കൂടെ നിർത്തി എല്ലാ നന്മയും ചെയ്തു കൊടുക്കാൻ വേണ്ടി, ഭാര്യയാണെങ്കിൽ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം ഉമ്മാക്ക്, രണ്ടാം സ്ഥാനം ഉമ്മാക്ക്, മൂന്നാം സ്ഥാനം ഉമ്മാക്ക്. അത് കഴിഞ്ഞിട്ട് നാലാം സ്ഥാനം ബാപ്പാക്കുള്ളൂ. അതും കഴിഞ്ഞിട്ട് ഏതായാലും ഭാര്യക്കുണ്ടാവും. അവിടെ ഉമ്മാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ ഉറപ്പിക്കാതെ എന്നാലും പറ്റുകയില്ല. രണ്ടും ഒന്നിച്ചു കൊണ്ടുവരാനാണ് വേണ്ടത്. ഭാര്യയോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇതിന്റെ ഉമ്മയാണ്. എന്ത് വന്നാലും ഉമ്മാനെ തള്ളിയിട്ട് എന്റെ പുതുക്ക് എന്നെ കിട്ടില്ല ഓളെ മനസ്സിലാക്കി കൊടുത്താൽ തന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഭാര്യ ഭർത്താവ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താ കാട്ടം, ഉമ്മാനെ കൊണ്ട് കുടുങ്ങി, നമുക്ക് വാടകയ്ക്ക് പോകാം, ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്താൽ പിന്നെ ആ ഭാര്യ നാശാകുന്ന ഒരു സംശയമാണ്. അപ്പൊ ഭാര്യ നാശാക്കാൻ ഭാര്യയ്ക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചത് കിട്ടുന്നു. ഞാൻ വെച്ച് എനിക്ക് എന്റെ അമ്മയും വാപ്പനായിട്ട് എന്തുള്ളൂ, ഉമ്മാനും വാപ്പാനും പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നിനും കൂട്ടിക്കൂടാന്ന് ഓളാണ്ട് ബോധ്യപ്പെടുത്തിയാൽ അവ ഓളെ അമ്മയും കൂടെ മാറുന്നത്. അതാണ് വേണ്ടത്. ഭർത്താവിന്റെ ഉമ്മാനെ സ്വന്തം ഉമ്മായിട്ട് കാണാൻ പറ്റും. അതാണ് ശരിക്കും വേണ്ടത്. എപ്പോൾ സംഭവിച്ചാലും ഉമ്മ എന്തെങ്കിലും പറയും, അപ്പോ ഓരമ്മ സ്വകാര്യം എന്താ പറ്റിയ നമ്മൾ തൽക്കാലം ഫ്ലാറ്റിക്ക് പോയാലോ എവിടെ വാടകയ്ക്ക് എടുത്താലോ ഈ ചർച്ച തന്നെ അപകടമാണ്. ഞാൻ എന്തേ പറയും ജോലി അവിടെയാണ്, അപ്പൊ ബുദ്ധിമുട്ടാണ്, എന്നാ ഫ്ലാറ്റിൽ പോകാൻ സംഘാടനമൊന്നുമല്ല പോണത്, ഉമ്മയത്തിന് രക്ഷപ്പെടാനാണ്. അത് പറ്റൂല. ഉമ്മയുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയില്ലാതാണ്. കഅബയിൽ തവാഫ് നടക്കുമ്പോൾ ഒരാള് ഒരു ഉമ്മാനെ തോളിൽ ഏറ്റി കാണി തവാഫ് ചെയ്യുന്നുണ്ട്. സ്വഹാബിയുടെ കാലത്ത് തോളിലിട്ട് ഉമ്മാനെ താങ്ങി തോളിൽ ഉമ്മാനും ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി കണ്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്റെ ഉമ്മയാണ്, ഉമ്മയോട് ഞാൻ ചെയ്യേണ്ട കടപ്പാടുകൾ നിർവഹിച്ചില്ലേ? ഇബ്നു ഉമർ ഇല്ല, ഒരിക്കലുമില്ല. നിനക്ക് വേണ്ടി ഉമ്മ അനുഭവിച്ച ഒരു കഷ്ടപ്പാടിനെ പോലും ഇപ്പൊ ചെയ്യണമാവില്ല. അത്രയേറെ കടമകൾ ഉമ്മയോടുണ്ട്. അവിടെ ഉമ്മയാണ് ഒന്നാം സ്ഥാനം. അത് കഴിയട്ടെ ബാക്കി ആരുമുള്ളൂ. ഭാര്യയ്ക്ക് കൊടുക്കാൻ എല്ലാ അവകാശവും കൊടുക്കുക, അതിന് ഉമ്മ തടസ്സമാവൂല. ഉമ്മ കൊടുക്കണെല്ലാം അതും കൊടുക്കാതെ ഭാര്യ തടസ്സമാവൂല. രണ്ടും നിലർത്തി മാന്യമായി അള്ളാനെ പേടിച്ച് കൈകാര്യം ചെയ്താൽ അതൊന്നും പ്രശ്നം പറ്റില്ല. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഉമ്മാനെ ഒഴിവാക്കാനല്ല ആലോചിക്കേണ്ടത്. ഒരു നിലക്കും പറ്റുന്ന ഭാര്യനെ ഒഴിവാക്കുക എന്നല്ലാതെ ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റില്ല. ഉമർ ഖത്താബ് തന്റെ മകൻ കല്യാണം കഴിച്ചപ്പോ കുറച്ച് അത്യാവശ്യം സൗന്ദര്യമുള്ള പെണ്ണായി. ആ പെണ്ണിട്ട് കൊണ്ടപ്പോ പിന്നെ ഫുൾ ടൈം പെണ്ണുങ്ങളൊപ്പം തീർക്കുന്നുണ്ട്. വാപ്പാക്ക് തോന്നി ബുദ്ധിമുട്ടാവുമല്ലോ, ഓലെ ദീനില്ലാതാവോ ഓളപ്പം കൂടിയിട്ട്. ഉമർ ഖത്താബ് പറഞ്ഞു ഓളെ തലാക്കല്ലിക്കാളാണ്. അപ്പൊ മോന് പറഞ്ഞു അത് കഴിയൂല, അത് തലാക്കല്ലാൻ പറ്റൂലല്ലോ, വാപ്പ നിർബന്ധിക്കുക തലാക്കല്ല. അവസാനം നബിയുടെ അടുത്ത് കേസെത്തി.
ബാപ്പ ഇങ്ങനെ പറയാം, എന്താ കാട്ടു ചോദിച്ചു. നബി പറഞ്ഞു, ബാപ്പാനനുസരിച്ചോ. കാരണം ബാപ്പ കാണുന്നത് ഇവന്റെ ഖൈറാണ്, ഓൻ കാണുന്നതോ ഓൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. ബാപ്പാനനുസരിച്ചോ തലാഖെല്ലാം പറഞ്ഞു. ഷെയ്ഖ് അൽബാനിയോട് ചോദ്യം വരുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോ ഒരു വാപ്പ പറയണേ ഉമ്മ പറയണേ ഓളെ ഒഴിവാക്കുന്നതൊക്കെ ഒഴിവാക്കേണ്ടി വരില്ലേ, അത് ബുദ്ധിമുട്ടാവില്ല ചോദിച്ചു. ഷെയ്ഖ് അൽബാനിയോട് മറുപടി കാണാം, ഉമർ ഖത്താബിനെ പോലത്തെ വാപ്പയും ഇബ്നു ഉമറിനെ പോലത്തെ മോനും ആണെങ്കിൽ ബാപ്പനെ അനുസരിക്കണം. അപ്പൊ എല്ലാ വാപ്പയും പറഞ്ഞെല്ലാം അനുസരിക്കണം എന്നല്ല. ഉമർ ഖത്താബ് തലാഖെല്ലാം പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, തന്റെ മകന് ദീൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക, അപ്പൊ അതിന് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. കാരണം അങ്ങനത്തെ വാപ്പി അങ്ങനത്തെ മോനുമാണെങ്കിൽ ആ വാപ്പാൻ അനുസരിക്കണമെന്നാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കൊടുത്ത വിശദീകരണം. അപ്പൊ രണ്ടും ഒന്നിച്ച് തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ചിലതൊക്കെ ഈ കുടുംബജീവിതം വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ ചില നാടകങ്ങളൊക്കെ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവ് ഒത്താൽ മതി. ഞാൻ ഉമ്മാനെ മുമ്പ് അന്നോ ചീത്താലും ഇട്ടൊന്നും വിചാരിച്ചോണ്ടാകാൻ മതി, ഉമ്മാക്ക് അത്രേ ഉണ്ടാവുള്ളൂ, ഉമ്മാക്ക് ഇപ്പം അത്രേ ഉള്ളൂ. ഉമ്മാനെ സംബന്ധിച്ച് എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു പോകുമോ, ഓടൊപ്പം കൂടുമോ, ഇനിയിപ്പം എന്നെ നോക്കൂല എന്നൊക്കെ ഒരു ബേജാറ് സ്വാഭാവികമായിട്ടും ഉമ്മാക്കുണ്ട്, പ്രത്യേകിച്ച് വാപ്പ മരിച്ച അമ്മമാരാണെങ്കിൽ. അപ്പം ഉമ്മാക്കൊരു ബോധ്യപ്പെട്ട വലിയ നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ, അത് ഉമ്മ എവിടേക്കും പോവുകയാണെങ്കിൽ ഉമ്മാനെ ചോദിച്ചാൽ ഉമ്മ പറഞ്ഞാൽ പോകാം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് അത്ര ആവശ്യമുള്ളൂ. തുറങ്ങിപ്പായം മാറ്റി അടങ്ങിയിട്ട് ഉമ്മ പോയിട്ടുണ്ടെങ്കിൽ അത് വേദനയ്ക്കാരം ഉമ്മാക്ക്. ഉമ്മാട് ചോദിച്ചു പോവുക, ഉമ്മ പറഞ്ഞമായി ചെയ്യുക. അന്ന് ഉമ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതി. എന്തുണ്ടെങ്കിലും എന്നോട് ഉമ്മാനെ ചോദിച്ചോക്കെ, ഉമ്മ പറഞ്ഞാൽ ചെയ്യുക. ഉമ്മാക്ക് അതിനും വലിയ അംഗീകാരം പോകണമെന്നില്ല. ബാപ്പാക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഇപ്പം എന്തായാലും സാറി ഞാൻ പൊട്ട ചേർക്കും, ഇനി വിഷമുണ്ടെങ്കിലും അപ്പം ഉണ്ടില്ല, ആയിക്കോട്ടെ. ഉമ്മതല്ല, ഉമ്മാക്കിത് ഭയങ്കര വേദനയ്ക്കും. അപ്പം വരുമ്പോഴും പോകുമ്പോഴും കൊടുക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഉമ്മാനെ പരിഗണിക്കുക. അല്ല ഓളെ കാര്യം ഇപ്പോൾ ഓളെ കെട്ടിയ ശേഷം പിന്നെ അപ്പം ഞാനൊന്നും വേണ്ട എന്ന് ഉമ്മാക്ക് തോന്നൽ വരും. അത് വരുത്താതെക്കുക എന്നുള്ളതാണ് പുരുഷന്മാർ ചെയ്യേണ്ട ബാധ്യത. അത് ഭാര്യയും ഭർത്താവിൻ്റെ ഒത്തിട്ട് അങ്ങനെ ഉമ്മാനെ സ്നേഹിച്ചാൽ ഏത് ഉമ്മയും ഏറ്റവും നല്ല ഉമ്മാനായിട്ട് മാറും. ഒരു ഒപ്പം കൂടിയിട്ട് ഉമ്മാനെ സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. അതാണ് ഇല്ലാതെ പോകുന്നത് പലപ്പോഴും. ഉമ്മ ഒരു ഭാരമായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ആയിക്കൂടാ. അപ്പോൾ നമുക്കെല്ലാം ബാധ്യത നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം ചോദിക്കുക, നരകത്തിന് 3 പ്രാവശ്യം കാവൽ തേടുക. എന്നാൽ നരകം സ്വർഗം ശുപാർശ ചെയ്യും. ഇത് 7 പ്രാവശ്യം ചോദിക്കാമെന്ന് എത്ര പ്രാവശ്യം ചോദിക്കാം? നരകത്തിന് മോചനവും സ്വർഗപ്രവേശനം എത്ര പ്രാവശ്യം ചോദിക്കാം? 3 വട്ടം എന്നുള്ളതല്ല. 3 പ്രാവശ്യം ചോദിച്ചാൽ സ്വർഗം ശുപാർശ ചെയ്യും നമുക്ക് വേണ്ടി. റബ്ബേ നീ അവനെ എന്നിൽ പ്രവേശിപ്പിക്കണമേ. നരകത്തെ തൊട്ട് 3 വട്ടം കാവലിനെ തേടിയാൽ നരകം പറയും, പഠിച്ചോ നീ അവനെ എന്നിൽ പ്രവേശിപ്പിക്കരുതേ. അതിനർത്ഥം 3 വട്ടമേ ചോദിക്കാവൂന്നല്ല. നമ്മൾക്ക് ഏറ്റവും വലിയ ചോദ്യം അത് തന്നെയല്ലേ. ഏറ്റവും അധികം നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം തന്നെ നരകമോചനവും സ്വർഗപ്രവേശവും തന്നെയാണ്. അവിടെ 7ഉം 10ഉം 100ഉം ഒക്കെ എത്ര മണിയൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കാം. ചോദിക്കുന്തോറും അത് ഖൈറാണ്. എന്നാൽ 3 പ്രാവശ്യം ചോദിച്ചാൽ കിട്ടുന്ന ഒരു ഓഫറാണ് ഈ ഹദീസിൽ നിബിധങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വല്ലാഹു അഅലം. അതെ, റമദാനിൽ ധാരാളം ആൾക്ക് നരകമോചനം അള്ളാഹു നിശ്ചയിക്കും. എല്ലാ രാത്രിയിലും ഉണ്ട് ഒരുപാട് ആൾക്ക് നരകമോചനം റബ്ബ് നൽകും. അത് ഖിയാമത്തിന് ശേഷം നടക്കാനുള്ള കാര്യമാണ്. പിന്നെ എന്തിനാ ഇപ്പത് പറഞ്ഞത്? പടച്ച റബ്ബ് നരകം തീരുമാനിച്ച ആളുകൾ, അവന് മഗ്ഫിറത്ത് കൊടുക്കൂല, അവന് പുറത്ത് കൊടുക്കൂല, ഓ നരകത്തിലാണ് എന്ന് റബ്ബിൻ്റെ കണക്കിൽ റബ്ബ് നിശ്ചയിച്ച ആളുകൾ, ആ ആളുകൾക്ക് റമദാനാകുമ്പോൾ അല്ലാഹു തആല അവർക്കും മാപ്പ് കൊടുക്കുന്നു. മാപ്പ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ച ആളുകൾക്കും പഠിച്ചോ മാപ്പ് കൊടുക്കും. ആയിക്കോട്ടെ, ഓനും പുറത്തു കൊടുക്കാം, ഓനും സ്വർഗത്ത് പോയിക്കോട്ടെ. റബ്ബിൻ്റെ ആ ഖദറിനെ പോലും അല്ലാഹു തആല മാറ്റിയിട്ട് ഇവൻ അല്ലാഹു തആല മാപ്പ് നൽകുന്നു. അപ്പോൾ മാപ്പ് റബ്ബ് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് കൂടി റമദാനാകുമ്പോൾ ഒരു പൊതുമാപ്പ് എന്ന നിലക്ക് അല്ലാഹു തആല അവർക്ക് മാപ്പ് നൽകും. അതാണ് ഹദീസിൻ്റെ ഉദ്ദേശം. അല്ലാഹു അഅലം. അവസാനത്തെ ചോദ്യം പിന്നെ ഒന്നും കൊണ്ടാവും. ലാസ്റ്റ് തുടങ്ങിയ പിന്നെ ചോദ്യം ബാക്കിലുണ്ട്. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. നിർബന്ധങ്ങളല്ല, മര്യാദകൾ. മുൻഗാമികളൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്തത് നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ
ആമുഖത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ആദാബുകൾ അദ്ദേഹം ധാരാളമായി എണ്ണി പറയുന്നുണ്ട്. അവിടെയൊക്കെ പാലിക്കേണ്ട മുഴുവൻ ഹുർമത്തും പാലിച്ചുകൊണ്ടാണ് ഖുർആൻ ഓതേണ്ടത്. അപ്പോൾ അവരൊക്കെ വുളൂ ചെയ്ത് പലരും കുളിച്ചിട്ടാണ് ഖുർആൻ ഓതിയത്. കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് എണ്ണ പൂശി ഖിബിലക്ക് തിരിഞ്ഞിരുന്ന് ഒക്കെ ഖുർആൻ ഓതിയവരാണ് മുൻഗാമികളൊക്കെ. അങ്ങനെ ഓതാൻ പാടുള്ളൂ എന്നല്ല, അതൊരു അദബാണ്. ഏറ്റവും മഹത്തമായ കലാമാണ് അള്ളാഹിൻ്റെ കലാം, ഖൈറുൽ കലാമി കലാമുല്ലാ. അപ്പോൾ അതിനോടുള്ള ഒരു ബഹുമാനം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഹദീസ് പഠിപ്പിക്കുമ്പോൾ പോലും അങ്ങനെ ചെയ്തതാണ്. ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി കുളിക്കാതെ ഹദീസ് പഠിപ്പിക്കാൻ പറ്റില്ല. കുളിച്ച് ഏറ്റവും മുന്തിയ വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ച് പ്രത്യേകമായ ഒരു ഭക്തിയോടുകൂടിയാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഹദീസുകൾ പഠിപ്പിക്കാറുള്ളത്. നടന്നുകൊണ്ട് അദ്ദേഹം ഹദീസ് പറയാറില്ല. നടന്നു പോകുമ്പോൾ ഹദീസ് ചോദിച്ചാൽ പറയാം, സത്യം ഇരുന്നിട്ട് പറഞ്ഞെടുക്കുള്ളൂ. നടന്നുകൊണ്ടിരിക്കലും ഹദീസ് പഠിപ്പിക്കാറില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, നബിതങ്ങളുടെ ഹദീസിന് ഒരു ബഹുമാനമുണ്ട്, ആ ബഹുമാനം എന്നെക്കൊണ്ട് കുറഞ്ഞു പോകാൻ പാടില്ല എന്നാണ്. ഹദീസിന് മഹത്വമുണ്ട്, ഖുർആനിന് മഹത്വമുണ്ട്. നമ്മൾ അവിടെ എപ്പോഴും കിടന്നും മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാതെയും തോന്നിയന്മാർ കൈകാര്യം ചെയ്തുമാകുമ്പോൾ നമ്മളെ കുട്ടികൾ കാണുമ്പോൾ എന്താ മനസ്സിലാകുക? അപ്പം അത്രേ ഉള്ളൂ, വിഷയമൊന്നുമില്ല. അത് എങ്ങനെ എടുക്കാം, എവിടെയും വെക്കാം എന്ന രൂപത്തിലാണ് അത് കാണുന്നവർ. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് വീണ്ടും ഗൗരവം കുറയും. അപ്പോൾ നമ്മളെക്കൊണ്ട് ഖുർആൻ്റെ മഹത്വം കുറയാൻ പാടില്ല, നമ്മളെ കൊണ്ട് ഹദീസിൻ്റെ മഹത്വം കുറയാൻ പാടില്ല. അള്ളാഹും റസൂലും എന്തെല്ലാം മഹത്വം കൽപ്പിച്ചോ അതെല്ലാം മഹത്വം നമ്മൾ നിലനിർത്തണം. ആ മഹത്വം പാലിക്കലോ തഖ്വയുടെ ഭാഗമാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ഒരാൾ ബഹുമാനിക്കുന്നുവെങ്കിൽ അത് തഖ്വയുടെ ഭാഗമാകുന്നത്. ഇപ്പോൾ ഖുർആൻ മതചിഹ്നമാണ്, ഹദീസ് മതചിഹ്നമാണ്, പള്ളി മതചിഹ്നമാണ്, റമദാൻ മതചിഹ്നമാണ്. അതുകൊണ്ട് റമദാന് പകല് പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ലാതെ അതിനൊരു ഹുർമത്തുണ്ട്. റമദാൻ മാസം എല്ലാ ഹോട്ടലിൽ നിന്നും എല്ലാവരും പരസ്യമായി കയറി ഭക്ഷണം കഴിച്ച് പോവുകയാണെങ്കിലോ ആ റമദാന് നന്മയും നഷ്ടപ്പെട്ടു പോകും. അപ്പം മതചിഹ്നങ്ങളെ ആദരിക്കൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളിലെ തഖ്വയിൽ പെട്ടതാകുന്നു എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. അപ്പോൾ ആ നിലക്ക് നമ്മൾ പരമാവധി എല്ലാ മഹത്വങ്ങളും കൽപ്പിക്കണം. അപ്പോൾ മുസാഫ് മറച്ചു വെച്ച് ഖിബിലക്ക് തിരിഞ്ഞിരുന്ന് അഴുതു ബിസ്മിൻ ചൊല്ലി വുളുവോട് കൂടി ഒക്കെ കൈകാര്യം ചെയ്താൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. എന്നാൽ കിടന്ന് ഓതാൻ പാടില്ലേ? പാടുണ്ട്, തെറ്റൊന്നുമില്ല. വുളു ഇല്ലാതെ ഓതിക്കൂടെ? ഓതാം, തെറ്റൊന്നുമില്ല. പക്ഷെ അദബ് അതാണ്. ഇപ്പോൾ പള്ളിക്ക് വരുമ്പോൾ അല്ലാഹു പറഞ്ഞില്ലേ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ പള്ളിയുടെയും സമീപത്തിന് നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. അപ്പം അവിടുത്തെ ഇപ്പം എത്രയേ ഉള്ളൂ? പൊക്കിൾ മുതൽ മുട്ടിനെ മറച്ചാൽ മതി. നമ്മളാരെങ്കിലും കുപ്പായിടാതെ പള്ളിക്കാരുണ്ടോ? അവിടുത്തെ പതലുള്ളൂ. ഒരു വലിയ ട്രൗസർ ഇട്ടാണ് പള്ളിക്ക് വന്നാലും നിസ്കാരം ശരിയാവൂലേ? ശരിയാവും. പക്ഷെ ഖുദൂ സീനത്തക്കും, നിങ്ങൾ അലങ്കാരം സ്വീകരിക്കുക. നല്ല വസ്ത്രമല്ലാത്ത വസ്ത്രം ഉടുത്തിട്ട് ഇബ്നു ഉമറിൻ്റെ മകൻ നിസ്കരിക്കാൻ പോയി. അപ്പം ഇബ്നു ഉമർ ചോദിച്ചു, എടാ ഒരു കാര്യപ്പെട്ട ആളെ കാണാൻ ഞാൻ എന്നെ പറഞ്ഞേക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പോവുക ചോദിച്ചു. ഒരു പ്രധാനിയായ ആളെ കാണാൻ ഇങ്ങനെ പോവോ? ഇല്ല. എന്നാൽ അതിനേക്കാളും അർഹതപ്പെട്ടതല്ലേ അള്ളാഹുമായി സംഭാഷണത്തിന് പോകുമ്പോൾ? അതാണ് അതിൻ്റെ ഒരു തത്വം. പറ്റൂല വെച്ചാലോ ഒക്കെ പറ്റും. ട്രൗസർ നിസ്കരിച്ചാലും അവിടുത്തെ പറഞ്ഞാൽ മതി, നിസ്കാരം ശരിയാവും. പക്ഷെ അതല്ലല്ലോ, കുപ്പായുടെ നിർബന്ധമില്ല. എന്നിട്ട് നമ്മളാരും എവിടേക്കെങ്കിലും കുപ്പായിടാതെ പോകുന്നുണ്ടോ? ഒരു അങ്ങാടിക്കോ പീടിക്കോ കല്യാണത്തിനോ എവിടേക്കും കുപ്പായിടാതെ പോകുന്നില്ല, കുപ്പായുടെ നിർബന്ധമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ചെയ്യാൻ പാടുണ്ടോ വെച്ചാൽ ഒരാൾക്ക് ഇരുന്ന് മോതാം, കിടന്നു മോതാം, ഒക്കെ ഓതാം. അത് പാടില്ല, കുറ്റമൊന്നുമില്ല. പക്ഷേ ഒരു ഹുർമത്തുണ്ട് മതചിഹ്നങ്ങൾക്ക്. ആ ഹുർമത്തുകൾ നമ്മൾ പാലിക്കുക. അത് നമ്മൾ പാലിക്കുക മാത്രമല്ല, നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകളെ മനസ്സിൽ ഇത് സ്ഥാനം ഇടിയാൻ കാരണമാകുന്ന ഒരു പണി ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് മാതൃകയാക്കപ്പെടുമ്പോൾ കുടുംബനാഥന്മാർ, ബാപ്പ എങ്ങനെയാണോ ഡീൽ ചെയ്യണത് അതാണോ മക്കൾ കാണുക. നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, ഒരു ഉസ്താദ്, ഒരു ഇമാമ്, ഒരു ഖത്തീബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക അതാണോ മറ്റൊരു കാണുന്നത്. ഓർക്കത് വലിയ നിലമില്ലാതെ കൈകാര്യം ചെയ്താലോ ബാക്കിയുള്ളവർക്ക് അത്രയും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൽ ചെയ്യാൻ എന്നേ ഉള്ളൂ. മറ്റവരെ നോക്കാതെ നോക്കി ഓതി, ഖുർആൻ മുസാഫ് നോക്കി ഓതി, മൊബൈൽ നോക്കി ഓതി, ഇതൊക്കെ വ്യത്യസ്തമായ സംവിധാനങ്ങളാണ്.
മൊബൈൽ നോക്കിയാൽ കൂലി കുറയുന്നോ മുസാഫിറൊക്കെ കൂലി കൂടുന്നൊന്നുമില്ല. അതൊക്കെ ഓരോ സംവിധാനങ്ങൾ. പക്ഷേ ഈ പറയപ്പെട്ട തഅലീമു ശിആർ, മതചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ള അതിനൊരു അടിസ്ഥാനം. ഇപ്പോൾ മാതാപിതാക്കൾ നന്മ ചെയ്യണം. നമ്മളും ബാപ്പാണ് നമ്മൾ വർത്തമാനം പറയുമ്പോൾ പോലും ഒരു മര്യാദ പാലിക്കുമല്ലോ. അതെന്താ കാരണം? അത് ബഹുമാനിക്കേണ്ടതാണ്. എത്ര നമ്മളോട് അറ്റാച്ച്മെൻറ്റ് വാപ്പയാണെങ്കിലും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകും. അതാണ് നമ്മുടെ കുട്ടികൾ കാണേണ്ടത്. പാപ്പിമ്മയും പറഞ്ഞാൽ എപ്പോഴത്തേക്ക് നമ്മൾ പോകണില്ല. അത് മക്കൾ കാണുമ്പോഴാണ് പിന്നെ നമ്മളാ നിലക്ക് ഒരു ഭാവിയിൽ പോലും അനുസരിക്കുക. പള്ളി നമുക്ക് ഒരു ആദരവുണ്ടല്ലോ. പള്ളിനെ മുന്നിൽ പോകുമ്പോൾ ഇപ്പോൾ പള്ളി കളിച്ചോ പള്ളി കളിക്കാൻ പാടില്ല, കുട്ടികൾ അറിയില്ല. പള്ളിനൊരു ഒച്ചപ്പാടും പോലെ ഉണ്ടാകുമ്പോൾ നമ്മൾ പള്ളിയാണ് നിർത്തി കളി. അതെന്താണ്? അതൊരു തഅലീമാണ്, മതചിഹ്നത്തെ ആദരിക്കലാണ്. അത് പഠിപ്പിക്കപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൻ്റെ ആമുഖത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം മര്യാദകൾ പറയുന്നുണ്ട്. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ അൽ മവാഹിബുൽ ജലിയ എന്ന പുസ്തകം, അതിൽ കുറേ ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ ഭാഗം അതിലുണ്ട്. അവിടെ പാലിക്കേണ്ട കുറേ അദബുകൾ അദ്ദേഹം എണ്ണിപ്പറയുന്നതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ പരമാവധി എല്ലാ അദബുകളും പാലിക്കുക എന്നതാണ് നമ്മളതിൽ ചെയ്യേണ്ടത്. വല്ലാഹു അഅലം. അതെ, കടം കൊടുത്ത പണത്തിന് സക്കാത്ത് കൊടുക്കണം. കടം കൊടുത്ത പണം നമ്മുടെ പണമാണ്, നമ്മുടെ കൈവശം ഉള്ളതുപോലെ തന്നെയാണ്. കടം കൊടുത്തിന് കൂലി വേറെ കിട്ടും നമുക്ക്. ഇനി അഥവാ കടം കൊടുത്ത് കിട്ടുമോ എന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ ഏത് കാലത്ത് കിട്ടുമെന്ന് അറിയില്ല. ഓന് തരാനുള്ള വകുപ്പൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ കുറേശ്ശെ എപ്പോഴെങ്കിലൊക്കെ തരും. അങ്ങനെ ചിലപ്പോൾ 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലമൊക്കെ അങ്ങനെ പോയേക്കാം. കിട്ടും തന്നെ യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വിട്ടുകൊടുക്കും വേണ്ടി വരും. അങ്ങനത്തെ ഒരു കടമാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് കിട്ടുന്ന വർഷം കണക്കൂട്ടി കൊടുത്താൽ മതി. ഓരോ കൊല്ലം കൊടുക്കുന്നതിന് പകരം എപ്പോഴാണോ കിട്ടുക അന്ന് കൊടുത്താൽ മതി. അതേസമയം ചോദിച്ചാൽ നമുക്ക് കിട്ടും. നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണ്. സാവകാശം കൊടുത്തു, നമ്മൾ ആവശ്യം നമ്മൾ ചോദിച്ചോളാം പറഞ്ഞു. നമ്മൾ ചോദിച്ചിട്ടില്ല, ഒന്നും തന്നിട്ടുമില്ല. ചോദിച്ചാൽ ഒരു മാസം 2 മാസം മുമ്പ് പറഞ്ഞാൽ ഒന്ന് തരും എന്നാണെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഇതിരിച്ച ഒന്ന് ഉടമാവകാശം വേണം, 2 നമുക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റാവുന്ന വിധത്തിൽ കൈവശം ഉണ്ടാകുകയും വേണം. ഇപ്പോൾ ആനയുടെ കയ്യിലുള്ള പണത്തിന് ഉടമാവകാശം നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്കതുകൊണ്ട് സാധനം വാങ്ങാനും കൊടുക്കാനും വാങ്ങാനും ഇപ്പം കിട്ടുവെച്ചാൽ കിട്ടൂല. അതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എപ്പോൾ ചോദിച്ചാലും തരും. നമ്മൾ പറഞ്ഞാണ് ആവശ്യം ഉണ്ടാകുമ്പോൾ 1 മാസം മുമ്പ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ്. അപ്പം നമ്മുടെ കൈവശമുള്ള പോലെ തന്നെയാണ്. ക്രയവിക്രയ അധികാരമുണ്ട്. ആ പൈസ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ എന്തായാലും കൊടുക്കണം. അതൊന്നുമില്ല, ഉടമാവകാശമേ ഉള്ളൂ. പക്ഷേ ക്രയവിക്രയ അധികാരമില്ല. എപ്പോഴോ പിടുത്തമില്ല എങ്കിൽ കിട്ടുന്ന കാലത്ത് കൊടുത്താൽ മതി എന്നാണ്. അല്ലാഹു അഅലം. ഓക്കെ, അൽഹംദുലില്ലാഹ്, നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും റമദാന് മിക്കവാറും നേരത്തെ പറഞ്ഞപ്പോൾ അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കുമെന്നാണ് നമ്മുടെ ധാരണ. 20 മിനിറ്റ് ഉദയമുണ്ട് അടുത്ത വ്യാഴാഴ്ച. സൂര്യ അസ്തമിച്ചിട്ട് 20 മിനിറ്റ് ചന്ദ്രൻ അന്തരീക്ഷത്തിലുണ്ടാവും. അതുകൊണ്ട് മാസം കാണാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കൊരു വെള്ളിയാഴ്ച റമദാൻ നമുക്ക് ഉണ്ടാവില്ല. ഇനി അടുത്ത റമദാൻ ആരുള്ളത് നമുക്കറിയില്ല, ആയുസ്സുണ്ടോയെന്ന് അറിയില്ല, എന്താണെന്നറിയാം. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ദിവസങ്ങളെ ഇനി ഉപയോഗപ്പെടുത്താൻ. ബാക്കിയുള്ള ദിവസങ്ങളും ആ നിലയ്ക്ക് നമ്മൾ മുതലാക്കുക. ജാമ്യ അൽഹിന്ദിൻ്റെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട്, എപ്പോഴും ഓർമ്മാക്കണതാണ്. നമ്മളവിടെ ഓർമ്മാക്കാൻ പാടില്ല. നമ്മളെ മണ്ഡലത്തിലാണ് ജാമ്യ വെക്കുന്നത്. നമ്മൾ ഓർമ്മാക്കേണ്ടത് എന്നാൽ തന്നെ അത് നമ്മളിത്ര വലിയ പാളിച്ചയാണ്. അതുകൊണ്ട് കൊടുത്ത മനുഷ്യന്മാർക്ക് വീണ്ടും കൊടുക്കാം, കൊടുക്കാത്തവർ ഏതായാലും കൊടുക്കണം. ഞാനും ചോദിച്ചിട്ടില്ല, വന്നിട്ടില്ല ഒന്നും വിചാരിക്കാം. എല്ലാ ശാഖയിലും റെസീറ്റ് ഉണ്ട്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ച വല്ലാത്ത ദിവസങ്ങളൊക്കെ അനീഫാക്ക് ഇവിടെ റെസീറ്റും കൊണ്ട് ഇത്തിഹാഫിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയും കൊടുക്കാം. ഇല്ലെങ്കിൽ കലണ്ടറിലൊക്കെ അക്കൗണ്ട് നമ്പർ ഉണ്ട്, അതിലൊക്കെ അയച്ചാലും നേരെ ജാമ്യക്ക് എത്തിക്കോളും. അവിടെ ഈ കാത്തിക്കണ്ട എത്രയും വേഗം കൊടുക്കുക. ചിലർക്ക് അവസാനത്തെ 10 മുതലുണ്ട്. അവസാനത്തെ 10 അയക്കണ് ഒരു അറിയിക്കുകയാണ്. അപ്പം ഇനി കാത്തിക്കണ്ട, അത് കൊടുക്കുക. അതേപോലുള്ള ഒരുപാട് ഖൈറിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. കക്കാട് പ്രൊജക്റ്റ് നമ്മുടെ ജില്ലാ പ്രൊജക്റ്റാണ്. അൽഹംദുലില്ലാഹ് വളരെ തകൃതിയായി പണി മുന്നോട്ട് പോകുന്നു. ധാരാളം ആളുകൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പിന്നെ കൊടുക്കുക വെച്ച് കാത്തുന്നിട്ട് അവസാനം ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ വേഗാണ്ട് കൊടുക്കുക. ഇനി ഓഫറെങ്കിലും കൊടുത്താലും പണി നടക്കുകയാണല്ലോ. പണി ഇങ്ങനെ പൂർത്തിയായതനുസരിച്ച് പൈസ കൊടുത്താൽ മതിയാവും. 1ാമത്തെ വാർപ്പ് കഴിഞ്ഞു. മേപ്പൂട്ടുള്ള 2ാമത്തെ പില്ലറുകളെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 4 നില മൊത്തം 15,000 സ്ക്വയർ ഫീറ്റും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഓരോ ഓഫർ കൊടുത്താലും അവിടെ കണക്കിൽ വന്നോളും. സമയമാകുമ്പോൾ ഇന്ന സമയത്ത് 2 മാസം അല്ലെങ്കിൽ 3 മാസം 4 മാസം കൊടുക്കാം എന്ന് പറഞ്ഞാലും മതി. കുഴപ്പമില്ല. കക്കാട് പ്രൊജക്റ്റിന് ഏതാണെങ്കിലും ആ നിലക്കൊക്കെ ഒന്ന് ആലോചിക്കുക. എല്ലാ നന്മയിലും കൂടെ കൂടുക, ധാരാളമായി പ്രാർത്ഥിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം ഖബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക്.